നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വന്ന് കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാനും വിശിഷ്യ ഗൗരവമായൊരു വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. സമാഗമന കൂടാരം എന്ന ഒരു വിഷയം കഴിഞ്ഞ 4-5 വർഷം പിന്നിൽ, അതായത് കൊറോണ കാലഘട്ടത്തിലാണ് നമ്മൾ ഇങ്ങനെയൊരു സ്റ്റഡി ആരംഭിച്ചത്. അവിടെ മുതൽ നമ്മൾ ടാബർനാക്കിളിനെ കുറിച്ചുള്ള സ്റ്റഡി തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ അന്ന് നമ്മൾ ഈ മെസ്സേജൊക്കെ ഓഡിയോ ആയിട്ടാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്, വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് മറ്റനേകർക്കത് കേൾക്കുവാനായിട്ട് സാവകാശം ലഭിച്ചില്ല. വീണ്ടും നമ്മളിങ്ങനെ ഒരു കാര്യത്തിലേക്ക് പ്രവേശിക്കാനുണ്ടായ സാഹചര്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു. കർത്താവിൻ്റെ സഭയും സമാഗമന കൂടാരവുമായിട്ടുള്ള ബന്ധം, വിവിധ കോണുകളിൽ നിന്ന് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ വന്നു. സമാഗമന കൂടാരം എന്ന് പറയുന്നത് ഒരിക്കലും ദൈവസഭയുടെ നിഴലല്ല എന്നാണ് ശ്രേഷ്ഠരായ ദൈവവൃത്യന്മാരൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ വിവിധ വശങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. അവർ പറയാനുണ്ടായ സാഹചര്യം എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വെച്ചിട്ടാണ്. 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത് സമാഗമന കൂടാരം എന്ന് പറയുന്നത് സ്വർഗത്തിലെ സാക്ഷി കൂടാരത്തിൻ്റെ നിഴലും ദൃഷ്ടാന്തവുമാണെന്നാണ്. അപ്പോൾ അദ്ദേഹം ആ വാക്യം വായിച്ചിട്ടാണ് അത് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. സ്വർഗത്തിലുള്ള കൂടാരത്തിൻ്റെ നിഴലായിട്ട് സമാഗമന കൂടാരത്തെ പരിഗണിക്കാം, ദൈവസഭയുടെ നിഴലായിട്ട് ഒരിക്കലും സമാഗമന കൂടാരത്തെ പരിഗണിക്കാൻ അങ്ങനെ വാക്യമില്ലല്ലോ. അതതിൻ്റെ നിഴലാണെന്ന് വാക്യമൊന്നുമില്ല. യേശുക്രിസ്തുവിന് നിഴലാണെന്ന് വേണമെങ്കിൽ പറയാമെന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച് മുന്നോട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിലായൊരു കാര്യം, എബ്രായ ലേഖനം 8-ാം അധ്യായത്തെയും 9-ാം അധ്യായത്തെയും 10-ാം അധ്യായത്തെയൊക്കെ മുൻനിർത്തി നമ്മൾ ചില വാക്യങ്ങൾ വായിച്ചു. ആ വാക്യങ്ങളൊക്കെ വായിച്ചതിൽ നിന്ന് സ്വർഗത്തിലെ സാക്ഷ്യ കൂടാരത്തിൻ്റെ നിഴൽ തന്നെയാണ് സമാഗമന കൂടാരം, തർക്കമില്ല. അപ്പോൾ തന്നെ ദൈവസഭയെക്കുറിച്ചുള്ള ആഴമേറിയൊരു പഠനത്തിലേക്ക് ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി വരുമ്പോൾ സഭയുടെ വിവിധങ്ങളായ ഉപമാനങ്ങളെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒരു ഉപമാനമാണ് ദൈവസഭ ദൈവത്തിൻ്റെ ആലയമാണ്. അതിനെക്കുറിച്ച് കുറേ വാക്യങ്ങളൊക്കെയുണ്ട്. ആ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അതിന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് 1 തിമോഥെയോസ് 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം എടുത്തുകൊണ്ടാണ് ദൈവസഭ എന്ന് പറയുന്ന ദൈവാലയത്തെക്കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്, അഥവാ ദൈവത്തിൻ്റെ ഗ്രഹത്തെക്കുറിച്ച്. അപ്പോൾ ദൈവസഭയാം ആലയത്തെക്കുറിച്ച് നമുക്ക് തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നില്ല. പുതിയ നിയമത്തിൽ ഒരു ലേഖനത്തിൽ നിന്നും അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കില്ല. പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ പത്രോസും ഈ ആലയത്തെക്കുറിച്ച്, ദൈവാലയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെയും നമുക്ക് ഒരു യാഗപീഠത്തെക്കുറിച്ച് കാണാനായിട്ട് കഴിയും. അതായത് ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിക്കാൻ കഴിവില്ലാത്ത ഒരു യാഗപീഠം പുതിയ നിയമത്തിലുണ്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ അല്ലാതെ ആഴമേറിയ പഠനങ്ങൾ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പഴയ നിയമത്തിലേക്ക് തന്നെ ഇറങ്ങി. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ നിവാസത്തെക്കുറിച്ചുള്ള പഠനങ്ങളുണ്ട്. അപ്പോൾ ആ പഠനങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുന്നത്. അങ്ങനെ ശ്രദ്ധ തിരിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. ഒന്ന് സമാഗമന കൂടാരവും, 2 യെരുശലേമിലെ ദൈവാലയവും. അപ്പോൾ ഇന്ന് ദൈവസഭയ്ക്ക് ഏറ്റവും സൂട്ടാകുന്നത്, ആപ്റ്റായ പഠനം എന്ന് പറയുന്നത് സമാഗമന കൂടാരമാണ്. അതായത് സമാഗമന കൂടാരം എന്ന് പറയുന്നത് ഇസ്രായേൽ മരുഭൂമിയിലൂടെ പ്രയാണം ചെയ്ത് വാഗ്ദത്ത ഭൂമിയിലേക്ക് എത്തുന്ന കാലഘട്ടത്തിൽ അവരുടെ നടുവിലുണ്ടായിരുന്നതാണെന്ന് നമുക്കറിയാം. അതൊരു മൊബൈൽ ടെമ്പിളായിരുന്നു. സഞ്ചരിക്കുന്ന കൂടാരം എന്ന നിലയിലാണ് അതിനെ പരിഗണിക്കുന്നത്. അതേസമയം യെരുശലേം ദേവാലയം എന്ന് പറയുന്നത് വാഗ്ദത്ത ഭൂമിയിൽ, വിശേഷാൽ സിയോനിൽ ഒരു മൂലക്കല്ലിട്ട് അതിന് മുകളിൽ പണിയുന്ന ഒരു പെർമനൻറ്റ് സ്ട്രക്ചർ എന്നുള്ള നിലയിലാണ് പരിഗണിക്കുന്നത്. ദൈവസഭയെക്കുറിച്ച് നമുക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ഒരു പെർമനൻറ്റ് സ്ട്രക്ചർ എന്നുള്ള നിലയിലല്ല പഠനം വരുന്നത്. ദൈവസഭ ഇന്ന് സഞ്ചരിക്കുന്നവരുടെ സംഘമാണ്, പരദേശികളുടെ സംഘം, യാത്രക്കാരുടെ സംഘം. അപ്പോൾ അവർക്ക് ഏറ്റവും അനുയോജ്യമായി വരുന്നത് സമാഗമന കൂടാരവുമായി ബന്ധപ്പെടുത്തി ആ പഠനം കൊണ്ടുപോകുന്നതാണ്. യെരുശലേം ദേവാലയവുമായി ബന്ധപ്പെടുത്തിയ പഠനങ്ങളെല്ലാം വരുന്നത് പുതിയ ഭൂമിയുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിച്ച് മുൻപോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അനവധിയായ കാര്യങ്ങൾ നമുക്ക് തുറന്നു കിട്ടി. സമാഗമന കൂടാരം ബൃഹത്തായൊരു പഠനമാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അതിന് ഗൗരവമുണ്ട്. ബൈബിളിൽ ഏറ്റവും ഗൗരവമായ പഠന വിഷയമാണ്. ധാരാളം അധ്യായങ്ങളും പുസ്തകങ്ങളും അതിനുവേണ്ടി വേർതിരിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ നമ്മൾ തുടക്കത്തിൽ കണ്ടു. മറ്റൊരു കാര്യം നമ്മൾ ആമുഖത്തിൽ പറഞ്ഞത്, മോശയാലാണ് ഈ കൂടാരം പണിതത്. മോശ പണിത ഈ കൂടാരം എന്ന് പറയുന്ന ഒരു താൽക്കാലിക കൂടാരമാണ്. എന്നാൽ പിന്നീട് നമ്മൾ കണ്ടത് ശലോമോൻ പണിത ആലയത്തെയാണ്. അതൊരു പെർമനൻറ്റ് സ്ട്രക്ചറാണ്.
അത് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ചത് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഒരു മൺമയ കൂടാരത്തിൽ 33 വയസ്സ് ഈ ഭൂമിയിൽ സഞ്ചരിച്ച് നന്മ ചെയ്ത് അനേകർക്ക് ആശ്വാസമായി തീർന്നു എന്നുള്ളൊരു കാര്യം. അതിൻ്റെ പിന്നത്തേതിൽ പുനരുത്ഥാനം ചെയ്ത ക്രിസ്തു വിൺമയമായൊരു കൂടാരത്തിലേക്ക്, തേജസ്സിൻ്റെ ഒരു കൂടാരത്തിലേക്ക് മാറ്റപ്പെട്ട കാര്യമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഇന്ന് ആ തേജസ്സിൻ്റെ കൂടാരത്തിൽ കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ വലഭാഗത്ത് തൻ്റെ സഭയ്ക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ചത് ദൈവസഭയെക്കുറിച്ചാണ്. ദൈവസഭ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ നിവാസമാണ്, വിശുദ്ധ മന്ദിരം, അങ്ങനെ പല കാര്യങ്ങളും ദൈവസഭയെക്കുറിച്ച് പറയാനുണ്ട്. ദൈവസഭ ഇപ്പോൾ യാത്രക്കാരുടെ സംഘമാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ആ യാത്രക്കാരുടെ സംഘം തങ്ങളുടെ യാത്ര പൂർത്തീകരിച്ച് പരദേശ പ്രയാണം അവസാനിപ്പിച്ച് അവർ പുതിയ ഭൂമിയിൽ എത്തുമ്പോൾ പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന പുതിയ യെരൂശലേം എന്ന് പറയുന്ന നഗരവുമായി ബന്ധപ്പെടുത്തിയാണ് അതിൻ്റെ തുടർ പഠനങ്ങൾ വരുന്നത്. അപ്പോൾ സഭ ഇപ്പോൾ കൂടാരവാസികളുടെ സംഘമായി ഈ ഭൂമിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അത് പിന്നത്തേതിൽ പുതിയ ഭൂമിയിൽ തേജസ്സിൻ്റെ ഒരു നഗരം എന്ന നിലയിൽ വെളിപ്പെടും. അതാണ് പിന്നെ കണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി മൺമയമായ കൂടാരത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടാരമായ ഭൗമ ഭവനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ താഴ്ചയുള്ള ശരീരത്തിൽ നിന്ന്, അഥവാ ഈ മൺമയമായ ശരീരത്തിൽ നിന്ന് നമ്മളൊരു വിൺമയമായ ശരീരത്തിലേക്ക് മാറ്റപ്പെടും. അതിനെക്കുറിച്ച് ഫിലിപ്പി ലേഖനം 3:21 നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തുമെന്നുള്ളതാണ് അവിടെ കാണുന്നത്. എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ സഭയാം ശരീരത്തെക്കുറിച്ചാണ് എഫേസ്യ ലേഖനത്തിൻ്റെ പഠനം വരുന്നത്. കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു എന്ന ശിരസിനെ കുറിച്ചാണ് അവിടുത്തെ പഠനം വരുന്നത്. അത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് നമ്മൾ വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിൽ കണ്ടത് തേജസ്സിൻ്റെ സ്വരൂപത്തെയാണ്. അതായത് ദൈവസഭയുടെ പ്രതിനിധിയായ യോഹന്നാൻ പത്മോസിൽ ആ തേജസ്കരിക്കപ്പെട്ട സ്വരൂപത്തെ കാണുകയാണ്, മഹത്വമേറിയ രൂപത്തെ കാണുകയാണ്. ആ രൂപത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തുവും സഭയും പറ്റിച്ചേർന്ന് ഒന്നായിരിക്കുന്ന മഹത്തായ കാഴ്ചയാണ് അതിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ ഈ പഠനങ്ങളൊക്കെ എവിടെ പോയി അവസാനിക്കുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ തന്നെ അവസാനിക്കും. പറ്റിച്ചേർന്ന് ഒന്നായി തീരണം. ഈ സമാഗമന കൂടാരത്തിൻ്റെ പടമൊക്കെ എടുത്തു വെച്ചിട്ട് അതിൻ്റെ കുറ്റിയും കുളത്തും ഇതാണെന്നൊക്കെ പറഞ്ഞു വരുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താ? അതിൻ്റെ രഹസ്യം ദൈവമക്കൾക്ക് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും പ്രയോജനപ്പെടണം. നാം ക്രിസ്തുവിൽ തികഞ്ഞവരാകണം, യോഗ്യരായി മാറണം, ഓവർകമേഴ്സായി മാറണം, അല്ലേ? നാം ആ പെർഫെക്ഷനിലേക്ക് വരണം. ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഈ പഠനത്തിലേക്ക് തിരിയുന്നതെന്നുള്ളതിന് നമ്മൾ വാക്യങ്ങൾ തന്നെ എടുത്ത് സ്ഥാപിച്ചിട്ടുണ്ട്, അല്ലേ? നമ്മൾ വാക്യങ്ങൾ എടുത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് എന്താണ്? മൺമയമായ കൂടാരത്തിലൂടെയുള്ള സഞ്ചാരം താൽക്കാലികമാണ്, നൊടിനേരത്തേക്കാണ്. അതിൽ നമ്മൾ കഷ്ടങ്ങളൊക്കെ അനുഭവിച്ചാണ് മുൻപോട്ട് പോകുന്നതെങ്കിലും പിന്നത്തേതിൽ നാം തേജസ്സിൻ്റെ ഒരു അനുഭവത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. ആ കാര്യങ്ങളെക്കുറിച്ച് പുതിയ നിയമത്തിൽ നിന്ന് ചില വാക്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെന്നുള്ളത് വാസ്തവമാണെങ്കിലും അതിൻ്റെ ഒരു ഡെപ്ത് അത്രമേലില്ല. ആ ഡെപ്ത് എന്ന് പറയുന്നത് ഇവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അത് പരിശുദ്ധാത്മാവിൽ പോയി നമ്മൾ കണ്ടെത്തുകയാണ്. ചുമ്മാ ഒരാൾ പോയി വായിച്ച് അതിൻ്റെ ഉത്തരം കണ്ടെത്താമെന്നൊന്നും വിചാരിച്ചാൽ നടക്കില്ല. പരിശുദ്ധാത്മ സഹായമില്ലാതെ ഈ കാര്യങ്ങളൊന്നും തുറന്നു വരില്ല. അപ്പോൾ ദൈവസന്നിധിയിൽ താഴ്മയോടും വിനയത്തോടും ആവലോടും ആഗ്രഹത്തോടും അന്വേഷണത്തോടും ആയിരിക്കുന്ന ഏതൊരു ഭക്തനും സ്വർഗത്തിലെ ദൈവം ഈ വക കാര്യങ്ങളെല്ലാം തുറന്നു കൊടുക്കും. ഇതിനകത്ത് മറിഞ്ഞിരിക്കുന്നത് എന്താ? ക്രിസ്തുവിൻ്റെ മഹത്വമാണ്. നമ്മൾ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ കാണുന്നത് എന്താ? ദൈവസഭയാണ്. അപ്പോൾ ദൈവസഭയെ നമ്മൾ കാണുകയും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുകയും ചെയ്യുമ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ മഹത്വത്തെയും കുറിച്ചാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മുൻപോട്ട് വന്നത്. ഇന്ന് നമ്മൾ ചിന്തിച്ച് മുൻപോട്ട് വരുമ്പോൾ പുറപ്പാട് 25-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യം നമുക്ക് അഡ്വാൻസ് ചെയ്തൊന്ന് വായിക്കാം. അത് വായിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. എക്സോഡസ് ചാപ്റ്റർ 25 വേഴ്സ് 8 and 9. ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. തിരുനിവാസവും അതിന്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃകപ്രകാരം ഒക്കെ തന്നെ ഉണ്ടാക്കണം. തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും ഞാൻ കാണിക്കുന്ന മാതൃകപ്രകാരം തന്നെ ഉണ്ടാക്കണമെന്നാണ് 25-ന്റെ 8-9 വായിച്ച്. അതിൻ്റെ അവസാനത്തെ വാക്യം 40-ാം വാക്യം കൂടെ വായിച്ച്. പർവ്വതത്തിൽ വെച്ച് കാണിച്ചിരുന്ന മാതൃകപ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം. പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃകപ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം. അങ്ങനെയല്ലേ? പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃകപ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം. ആരോടത് പറയുന്നേ? മോശയോടാണ് പറയുന്നത്. മോശ വഴി ജനത്തോട് ആ കാര്യങ്ങൾ അറിയിക്കുകയാണല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വലുവനായ ദൈവം മോശയെ അറിയിക്കുകയാണ്.
പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ നീ സൂക്ഷിച്ചു കൊള്ളണം. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിൻ്റെ ആരംഭം മുതൽ 40-ാം അധ്യായം വരെ നോക്കുമ്പോൾ യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ മോശ ചെയ്തു എന്ന് കാണുന്നത് 17 പ്രാവശ്യം. അതിൻ്റെ ഒടുക്കം 40-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ മാത്രം 7 പ്രാവശ്യം എഴുതിയിട്ടുണ്ട് യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ മോശ ചെയ്തെന്ന്. ആ വാക്ക് എന്തുകൊണ്ടാണ് എടുത്തു പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അതീവ ഗൗരവമാണ് സഹോദരങ്ങളെ. യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ മോശ പ്രവർത്തിച്ചെന്ന്. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വായിച്ചിട്ട് നമ്മൾ കണ്ടത് മോശ വാക്കിലും സമൃദ്ധിയിലും സമർത്ഥനായിരുന്നെന്ന്. അതായത് ഫറവോയുടെ കൊട്ടാരത്തിൽ വളർന്നു വന്ന മോശ യൂണിവേഴ്സിറ്റി ഓഫ് മിസ്രൈമിൽ നിന്ന് ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ടുള്ള മോശയുടെ ആ 40 വർഷക്കാലം എന്ന് പറയുന്നത് ഭയങ്കരമായ പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ അഭ്യസിക്കാനായിട്ട് സാധിച്ച ഒരു കാലഘട്ടമാണ്. അങ്ങനെ മോശ പ്രഗത്ഭനായിരുന്നു, വാക്കിലും സാമർഥ്യത്തിലും ഒക്കെ ബഹുകേമനായിരുന്നു. അങ്ങനെയുള്ള മോശയോടാണ് പറയുന്നത്, പർവ്വതത്തിൽ വെച്ച് ഞാൻ കാണിച്ചു തന്ന മാതൃകപ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണമെന്ന്. ഒരു മുന്നറിയിപ്പ് പോലെയാണ്. സൂക്ഷ്മത വേണം, സൂക്ഷിച്ചു വേണം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ. അപ്പോൾ 17 പ്രാവശ്യം യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു എന്ന് ഈ പുസ്തകത്തിലുണ്ട്. അപ്പോൾ പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃകപ്രകാരം 1 മില്ലിമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനായിട്ട് ഇടവരാതെ വണ്ണം വളരെ വിശ്വസ്തയോടെ മോശ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. ആ കാര്യത്തെക്കുറിച്ച് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകും. അതിൻ്റെ 5-ാം വാക്യം കൂടെ ചേർത്ത് വായിച്ചേ. അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നത് സാക്ഷ്യം പറയുന്ന വൃത്തിനായിട്ടത്രേ. ഈ 2 വാക്യത്തിലൂടെ നമ്മൾ കണ്ടത് മോശ വിശ്വസ്തനായിരുന്നെന്നുള്ളതാണ്. ഈ 2 വാക്യത്തിലൂടെ നമ്മൾ കണ്ടത് എന്താ? മോശ വിശ്വസ്തനായിരുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ വളരെ ശുഷ്കാന്തിയുള്ളവനായിരുന്നു, വിശ്വസ്തനായിരുന്നു, സമർത്ഥനായിരുന്നു. ആ കാര്യങ്ങളാണ് കാണുന്നത്. 1 തിമോഥെയോസിൻ്റെ ലേഖനം അതിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെ ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. പുതിയ നിയമ ശുശ്രൂഷകനായ പൗലോസിലേക്ക് പറയുകയാണ്, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. മോശയെക്കുറിച്ചുള്ള സാക്ഷി എഴുതിയിരിക്കുന്ന എവിടെയാണ്? എബ്രായ ലേഖനത്തിൽ. പൗലോസിനെക്കുറിച്ചുള്ള സാക്ഷി നമ്മൾ കാണുന്ന തിമോഥെയോസിൻ്റെ ലേഖനത്തിലാണ്. പൗലോസിൻ്റെ ജീവിതയാത്രയിൽ ദീർഘകാലം മുൻപോട്ട് പോയി. ഏകദേശം AD 63 അല്ലെങ്കിൽ ഏകദേശം AD 63-64 കാലഘട്ടത്തോടുള്ള ബന്ധത്തിലാണ് 1 തിമോഥെയോസ് എഴുതുന്നത്. ആ കാലഘട്ടം വന്നപ്പോഴാണ് പൗലോസ് പറയുന്നത് അവൻ എന്നെ വിശ്വസ്തനെന്ന് എണ്ണിയെന്ന്. തൻ്റെ ജീവിതത്തിലെ ആ എൻകൗണ്ടർ ഉണ്ടായത് ദമസ്കോസ് എന്ന് പറയുന്നത് ഏകദേശം AD 30 മുതൽ 32 വരെയുള്ള ആ ഒരു കാലഘട്ടം നമുക്ക് പറയാം. സൂക്ഷ്മം നമുക്ക് പറയാൻ പറ്റില്ല. AD ഒരു 30 മുതൽ 32 വരെ കണക്ക് കൂട്ടാം. അപ്പോൾ ആ ഏകദേശം AD 30-ലാണ് ആ എൻകൗണ്ടർ നടന്നതെങ്കിൽ, കർത്താവുമായിട്ട് മുഖാമുഖം വന്നതെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഒരു 10-34 വർഷം മുൻപോട്ട് പോയിരിക്കുന്നു. 10-34 വർഷം മുൻപോട്ട് പോയതിന് ശേഷം തൻ്റെ ശിഷ്യനായ നിജപുത്രനായ തിമോഥെയോസിനോട് പറയാണ്, ഞാൻ ഈ ശുശ്രൂഷയിൽ ഇത്രത്തോളം വന്നത് അവൻ എന്നെ വിശ്വസ്തനെന്ന് എണ്ണിയത് കൊണ്ടാണ്. ആ പറയപ്പെട്ട വാക്കുകൾ പരോക്ഷമായി തിമോഥെയോസിൻ്റെ മുമ്പിൽ എങ്ങനെയാണ് വെളിപ്പെടുന്നത്? നീയും ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരിക്കണം കേട്ടോ എന്നല്ലേ. വിവിധങ്ങളായ അനുഭവങ്ങളിലൂടെ എന്നെ കടത്തിവിട്ടു. ആ കടത്തിവിട്ട അനുഭവങ്ങളിലെല്ലാം ആ കൃപ എൻ്റെ മേലുണ്ടായിരുന്നു. ആ കാരണത്താൽ പലതിനെയും എനിക്ക് തരണം ചെയ്ത് മുൻപോട്ട് പോകാനായിട്ട് കഴിഞ്ഞു. അവൻ്റെ സന്നിധിയിൽ എനിക്ക് വിശ്വസ്തനായിട്ട് നിൽക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് കൃപ നീയും അഗണ്യമാക്കരുത്. കൃപയിൽ ജാഗരിക്കുക, വിശ്വസ്തനായിരിക്കുക. ദൈവസന്നിധിയിൽ വേറെ ഒന്നും വേണ്ട. ഒരു ശുശ്രൂഷകനെ ഇന്ന് ദൈവം നോക്കുന്ന അതാണ്. സാമർഥ്യമൊന്നുമല്ല, അവൻ്റെ വൈഭവമൊന്നുമല്ല. അയ്യോ, അതിനകത്തൊന്നും ഒരു കാര്യമില്ല. കാര്യമില്ലെന്ന് ചോദിച്ചാൽ ഉണ്ട്, കാര്യമില്ലെന്ന് ചോദിച്ചാൽ ചെറുതായിട്ടൊക്കെ ഉണ്ടെന്ന് വേണേൽ പറയാം. എന്നാൽ ദൈവം ഉറ്റുനോക്കുന്നത് അവൻ്റെ വിശ്വസ്തതയാണ്. അവൻ്റെ ഹൃദയമാണ് സ്വർഗ്ഗം ശ്രദ്ധിക്കുന്നത് ഒരു ശുശ്രൂഷകൻ്റെ. ഈ ടാബർനാക്കൽ സ്റ്റഡിയിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ദൈവം കൊടുത്ത അളവിനാൽ
മോശ കൂടാരം പണിയുക എന്നൊക്കെ പറഞ്ഞാൽ പുതിയ നിയമ സഭയുടെ പണിയിലേക്ക് വരുന്ന കാര്യമല്ലേ? ആ പണിയിൽ മോശ വിശ്വസ്തനായിരുന്നു, മോശ വളരെ ശുഷ്കാന്തിയുള്ളവനായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ അത് കേൾക്കുമ്പോൾ അവൻ്റെ ഉള്ളം പിടയണം. ഞാൻ എത്രത്തോളം വിശ്വസ്തനാണ്, ഞാൻ എത്രത്തോളം ഉത്സാഹിയാണ്, ശുഷ്കാന്തിയുള്ളവനാണ്, എൻ്റെ ഉള്ളിൽ ആ കത്തുന്ന എരിവുണ്ടോ എന്നൊക്കെ അവനും ചിന്തിക്കാനിടയാകും. ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷകരിൽ അധികം പേരും ആക്റ്റീവ് അല്ല, പാസീവാണ്. കാരണം എന്താ? ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ ധ്യാനിക്കുന്നില്ല. അവർ ധ്യാനിക്കുന്ന നേരം പോക്ക് കാര്യങ്ങളാണ്, ഈ ലോകത്തിൻ്റെ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ആളുകളെ ഇമോഷണലി ചാർജ് ചെയ്യുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വരുന്നവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകുമോ? മനസ്സിലാകാൻ പാടാണ്. ഇതൊന്നും ഞാൻ ചിന്തിച്ച കാര്യങ്ങളല്ല, തത്സമയം വെളിപ്പെട്ട് വന്നതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നതാണ്. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം കൂടെ ഈ കൂട്ടത്തിൽ ചേർത്തൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. 1 Corinthians chapter 4. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം വായിച്ചേ. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരന്മാരും എന്നിങ്ങനെ ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്നത്രേ. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. വളരെ സീരിയസ് ആയ വാക്യങ്ങളാണ് സഹോദരങ്ങളെ ഇതൊക്കെ. ഇതൊന്നും ലാഘവത്തോടെ നമുക്ക് എടുക്കാൻ പറ്റില്ല. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഉദ്യോഗത്തിലായിരിക്കുന്ന ഒരു വ്യക്തി, ഏത് സെൻട്രൽ ഗവൺമെൻറ്റാണ്? ഇന്ത്യ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇന്ത്യയിലെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏറ്റവും അത്യുന്നതമായ പൊസിഷനുകളിൽ ഇരിക്കുന്നവർ, വളരെ സീരിയസ് ആയ പ്രൊജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്നവർ, വിശേഷാൽ ഈ ISROയുമായി ബന്ധപ്പെട്ട് ചന്ദ്രയാൻ പ്രോജക്റ്റൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്നതാ മംഗൾയാനോ, അങ്ങനെയൊക്കെ ഒത്തിരി പ്രൊജക്റ്റുകളുണ്ടല്ലോ. അതിൻ്റെ ഏറ്റവും തലപ്പത്തും അതിൻ്റെ കീ പൊസിഷനുകളിലൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട്. അവരിൽ പലരും സമയത്ത് വീട്ടിൽ പോവുകയോ സമയത്ത് അലക്കുകയും കുളിക്കുകയോ സമയത്ത് ഭക്ഷണം കഴിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ല സഹോദരങ്ങളെ. നിങ്ങളെല്ലാം ധരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? 10 മണിക്ക് അവർ ഓഫീസിൽ വന്നിട്ട് 3:59 ആകുമ്പോഴത്തേക്ക് അവർ കൂടും കുടിക്കുകയൊക്കെ എടുത്തുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് ചായയും കുടിച്ച് TV കണ്ടിരിക്കുക എന്നാണോ ചിന്തിച്ചത്? ഈ പറയപ്പെട്ട പല ആളുകൾക്ക് ഉറക്കമില്ല. അവർ വളരെ കുറച്ച് 1, 2, 3 മണിക്കൂറൊക്കെ ആയിരിക്കും ഉറങ്ങുന്നത്. ചില അസൈൻമെൻറ്റുകൾ അവർ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, ആ അസൈൻമെൻറ്റുകൾ പൂർത്തീകരിക്കണം. ദൗത്യ പൂർത്തീകരണം, രാജ്യത്തിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യം. ഇളകുന്ന രാജ്യത്തിൻ്റെ ഇളകുന്ന കാര്യങ്ങൾ. നമ്മുടെ ISROയൊക്കെ ഈ ശൂന്യാകാശത്തേക്കൊക്കെ വിടുന്ന സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ താഴേക്ക് വരുന്നതിനെക്കുറിച്ചൊക്കെയുള്ള സൂചനകൾ നമുക്ക് പുസ്തകത്തിൽ നിന്ന് കാണാനായിട്ട് കഴിയും. അതൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. എന്തായാലും സൂചന പറയുക, എത്ര താഴേക്ക് വരുമെന്ന് പറഞ്ഞാലും അവർ ഈ കാര്യത്തിലൊക്കെ വളരെ ഉത്സാഹികളും ശുഷ്കാന്തിയുള്ളവരുമാണ്. അവർ വളരെ താല്പര്യപൂർവ്വമല്ലേ ആ കാര്യങ്ങൾ ചെയ്യുന്നു. വിശ്വസ്തരാണ് അവർ. അതേസമയം തന്നെ അവിശ്വസ്തരായവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? വളരെ വിശ്വസ്തരായി ഇതൊക്കെ ചെയ്യുന്നവരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ അവിശ്വസ്തരായ ആളുകൾ ഇതിനിടയിലുണ്ട്. രാജ്യ താല്പര്യങ്ങളെ ബലി കഴിച്ചുകൊണ്ട്, അതിനെ ഹനിച്ചുകൊണ്ട് ശത്രു രാജ്യങ്ങൾക്ക് നമ്മെ ഒറ്റുകൊടുക്കുന്നവരുണ്ട്. ഒറ്റുകാർ ചില്ലറയൊക്കെ മേടിച്ചിട്ട് ചിലർ ഹണി ട്രാപ്പിലൊക്കെ കുടുങ്ങിയെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ പല ട്രാപ്പിലൊക്കെ കുടുങ്ങിയിട്ട് രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അതൊക്കെ ഒറ്റുകൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഒറ്റുകാരെന്നാണ് അവരെ വിളിക്കുന്നത്. ഒറ്റുകാർ. ഏതൊരു രാജ്യവും ഏറ്റവും നികൃഷ്ടമായ നിലയിലാണ് ഒറ്റുകാരെ കാണുന്നത്. ഏറ്റവും നികൃഷ്ടമായ നിലയിൽ. കാരണം രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ ബലി കഴിക്കപ്പെടുകയാണ്. രാജ്യത്തിൻ്റെ സ്വപ്നങ്ങളാണ് ചവിട്ടിമെതിക്കപ്പെടുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാലത്തെ ശുശ്രൂഷകരിൽ ഏറിയ പങ്കും ഒറ്റുകാരാണ്. അവർ ദൈവരാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ലോകരാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. ലോകത്തിൻ്റെ ഇമ്പങ്ങളും കാര്യങ്ങളും ദൈവരാജ്യത്തിലേക്ക് ഇമ്പാർട്ട് ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്ന ആളുകളാണ് വലിയ പങ്കാളുകളും. ഈ കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ്. പർവ്വതത്തിൽ കാണിച്ച മാതൃകപ്രകാരം അവയെ ഉണ്ടാക്കുവാൻ നീ സൂക്ഷിച്ചു കൊള്ളണമെന്നാണ് മോശയോട് പറയുന്നത്. മോശ പണിത കൂടാരം എങ്ങനെയുള്ളതാണെന്നാണ് നമ്മൾ കാണുന്നത്? കേവലം ടെമ്പററി, തുണി കൊണ്ടും തുകൽ കൊണ്ടും മരം കൊണ്ടും പണിയുന്ന ആ കൂടാരം 500-ൽ താഴെ വർഷം മാത്രം ഇസ്രായേലിൻ്റെ നടുവിലിരുന്നൊരു കൂടാരമാണ്. അങ്ങനെയുള്ളൊരു കൂടാരം പണിയാനാണ് ഇത്രമേൽ ജാഗരൂകരായിട്ട് മോശ ഇരുന്നത്. അങ്ങനെ ഈ താൽക്കാലികമായ കൂടാരം പണിത മോശയെക്കുറിച്ചൊരു സർട്ടിഫിക്കറ്റ് കണ്ടു. എവിടെയാണ് കണ്ടത്? എബ്രായ ലേഖനത്തിലും പുതിയ നിയമത്തിൻ്റെ താളുകളിൽ
ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷകർക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുകയാണ്. അവൻ വിശ്വസ്തനായിരുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ മോശയെക്കുറിച്ച് പറയുന്ന മറ്റൊരു വാക്കുണ്ട്. എബ്രായർ 11-ന്റെ 24, 25, 26 വാക്യങ്ങൾ. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കാൻ തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന് വലിയ ധനം നൽകുകയും ചെയ്തു. 24-ാം വാക്യത്തിൽ തുടങ്ങുന്നത് എങ്ങനെയാ? വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്ന തിരഞ്ഞെടുത്തു. എന്നുവെച്ചാൽ മിസ്രൈമിലെ ജീവിതത്തെക്കാൾ മരുഭൂമിയിൽ ദൈവജനത്തോടുകൂടെയുള്ള ആ ഒരു ജീവിതം, തൻ്റെ ജനമായ ഇസ്രായേലിനെ നയിച്ചുകൊണ്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം മോശയെ കണ്ടു. ആ കാര്യത്തെക്കുറിച്ച് മോശയെ ധരിപ്പിച്ചപ്പോൾ മോശ ദൈവസന്നിധിയിൽ ഒഴിവൊഴിവ് പറയുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ മുന്നമേ നമ്മളൊരു മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും മോശ ഒഴിവൊഴിവുകൾ പറയുകയായിരുന്നു. താൻ ഒഴിവൊഴിവുകൾ പറയാനായിട്ട് സാഹചര്യം വന്നത് തൻ്റെ ബലഹീനതകളാണ്. താൻ തൻ്റെ ബലഹീനതകളിലേക്ക് നോക്കുമ്പോൾ തന്നെ കൊണ്ടത് സാധ്യമല്ലെന്നുള്ളൊരു ചിന്ത വരികയാണ്. ദൈവത്തോട് മറുതലിക്കുന്നതോ ദൈവഹിതം പൂർത്തീകരിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ടൊന്നുമല്ല, താൻ ആപ്റ്റല്ലെന്നുള്ളൊരു ചിന്തയാണ് തന്നെ ഭരിച്ചത്. അതിന് വേറെ യോഗ്യരായ മറ്റാരെങ്കിലും തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ വഴി മാറി തന്നേക്കാം, എനിക്ക് മുൻനിര സീറ്റൊന്നും വേണ്ട, അതാരെങ്കിലും ഇരിക്കട്ടെ, ഞാൻ ഏറ്റവും പിൻബെഞ്ചിൽ ഇരുന്നോളാം എന്ന ഒരു താഴ്മയാണ് മോശയ്ക്ക് വന്നത്. ദൈവത്തിനത് കോപം വന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അത്രയും താഴ്മ വേണ്ട മോശെ, ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത് ഇന്നും ഇന്നലെയൊന്നും അല്ല, നിൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടതാ. എൻ്റെ ജനമായ ഇസ്രായേലിനെ നീ നയിച്ചുകൊണ്ട് പോകുന്ന ആ കാഴ്ച എൻ്റെ കണ്ണിൻ്റെ മുമ്പിലുണ്ട്. അന്നേരമാണോ നീ കഥ പറഞ്ഞു വരുന്നത്? ഞാൻ നിന്നോട് കൂടെ ഇല്ലേ? ഞാനല്ലേ നിന്നെ നയിക്കുന്നത്? ഏത് വൈതരണിയെയും മറികടക്കുന്ന, ഏത് തടസ്സങ്ങളെയും മറികടക്കുന്ന, ഏത് ഹാഡിൽസിനെയും ചാടിക്കടന്നു പോകാനുള്ള മഹത്തായ കൃപ നിൻ്റെ മേൽ ഞാനല്ലേ പകരുന്നത്? ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നിൻ്റെ വലങ്കരത്തോട് ചേർത്ത് ഞാൻ എൻ്റെ കരം വയ്ക്കും, ചെങ്കടലൊക്കെ രണ്ടായിട്ട് മുറിയും, നിന്നെ ഞാൻ ഉണങ്ങിയ നിലത്തൂടെ നടത്തും, നിൻ്റെ കയ്യിലിരിക്കുന്ന വടി നീട്ടുമ്പോൾ, നീ പാറക്കെട്ട് അടിക്കുമ്പോൾ എന്തെന്തെല്ലാം കാര്യങ്ങളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. വൻ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. നീ പറയുന്നു നീ വിക്കനാണെന്ന്. വിക്കനായ നിന്നെക്കൊണ്ട് ഞാൻ കൽപ്പിക്കും. അങ്ങനെ നീ കൽപ്പിച്ചിട്ട് പാറയിൽ നിന്ന് നീരുറവ് പുറപ്പെടും. അതൊക്കെ മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളാണ്. പക്ഷെ മോശ അത്രയൊന്നും കടന്ന് ചിന്തിക്കുന്നില്ല. മോശയ്ക്ക് ഇതിനു മുമ്പ് അങ്ങനത്തെ കാര്യങ്ങളും വല്ലതും അറിയാവോ? മോശയുടെ കയ്യിൽ വല്ല പഞ്ചഗ്രന്ഥം വല്ലതും ഉണ്ടോ? അബ്രഹാമിനെക്കുറിച്ച്, ഇസ്ഹാക്കിനെക്കുറിച്ച്, യാക്കോബിനെക്കുറിച്ചൊക്കെ മോശ അറിയുന്നത് എങ്ങനെയാണ്? തൻ്റെ മാതാവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വാമൊഴിയായ ചില അറിവുകളാണ് തനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇടയ്ക്കൊന്ന് മറിച്ച് നോക്കാമെന്ന് ഓർത്താൽ ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, സംഖ്യാപുസ്തകം, അങ്ങനെ ഒരു പുസ്തകം മോശയുടെ കയ്യിലില്ല. മോശയുടെ കയ്യിൽ അങ്ങനത്തെ പുസ്തകങ്ങളൊന്നുമില്ല സഹോദരങ്ങളെ. ഒരു പുസ്തകവും കയ്യിലില്ല. തൻ്റെ മാതാവിൽ നിന്ന് ലഭിച്ചതായ ബോധ്യങ്ങൾ, ആ മാതാവിനെക്കുറിച്ചും ചെറുതായിട്ടൊന്ന് ധ്യാനിച്ചേ. അന്നത്തെ പ്രതികൂലമായ സാഹചര്യത്തിൽ താൻ ഭയന്നു പോകാതെ, നിരുത്സാഹപ്പെട്ടു പോകാതെ, താൻ ആ കുഞ്ഞിനെ ഒരു ഞാങ്ങണ പെട്ടകത്തിലാക്കി ആ കുഞ്ഞിനെ നദിയിലൂടെ ഒഴുക്കുന്ന കാര്യമൊക്കെ നമ്മൾ കാണുന്നു. പിന്നത്തേതിൽ ഫറവോയുടെ പുത്രിയുടെ കയ്യിലെത്തുന്നു. ഈ കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് ആ സഹോദരിയെ തന്നെ വിളിക്കുന്നു. അങ്ങനെ ആ കുഞ്ഞ് ആ സഹോദരിയുടെ കയ്യിൽ തന്നെയാണ് വളരുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രങ്ങളും പാരമ്പര്യങ്ങളും പൂർവ്വപിതാക്കന്മാരെക്കുറിച്ചൊക്കെയുള്ള ബോധ്യങ്ങളൊക്കെ കൊടുത്താണ് മോശയെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇതിനിടയിൽ എപ്പോഴൊക്കെയോ അമ്മ മോശയോട് പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ കാതുകളിൽ മന്ത്രിച്ചിട്ടുണ്ട്, നമ്മൾ ശരിക്കും ഇവിടെ അന്യരും പരദേശികളുമാണെന്ന്. എബ്രായ ജനമെന്ന് പറയുന്നവർ ഇവിടെ അന്യരും പരദേശികളുമാണ്. അവർക്കൊരു വാഗ്ദത്ത ദേശമുണ്ട്. നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത ദേശമുണ്ട്. ആ വാഗ്ദത്തത്തെ പൂരിപ്പിക്കാൻ ദൈവം വിശ്വസ്തനാണ്. പിന്നത്തേതിൽ നമ്മളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കും, വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകും എന്നൊക്കെയുള്ള സൂചന ആ ബാലനായ മോശയ്ക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടാകും. മോശയുടെ ഉള്ളിൽ അത് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ വിടുവിക്കാൻ വന്ന ഒരു വിമോചകൻ എന്നുള്ള നിലയിൽ തൻ്റെ ഉള്ളിലൊരു ചിന്ത വന്ന് മിസ്രൈമിനെ ചുമ്മാ കയറി അടിച്ച് തകർത്ത് തരിപ്പണമാക്കിയത്. അങ്ങനെയൊന്നുമല്ല ദൈവത്തിൻ്റെ പദ്ധതി. ജഡത്തിൽ അടിച്ചല്ല മിസ്രൈമിനെ കൈകാര്യം ചെയ്യേണ്ടത്. അതൊക്കെ കൈകാര്യം ചെയ്യേണ്ട രീതിയുണ്ട്. അതിന് അതിൻ്റേതായ സമയമെടുക്കും. ആ സമയമാകുമ്പോൾ ദൈവം മോശയെ കരത്തിലെടുക്കും എന്ന് പറഞ്ഞാൽ ആ സമയമായപ്പോൾ മോശ നിൽക്കുന്നത് എവിടെയാണ്? പർവ്വതത്തിൻ്റെ അഗ്രത്തിലാണ്, ദൈവ സാന്നിധ്യത്തിലാണ് മോശ ഇപ്പോൾ നിൽക്കുന്നത്.
മിസ്രൈമിനെ അടിക്കുന്ന സമയത്ത് എവിടെയായിരുന്നു? മിസ്രൈമിനെ അടിക്കുന്ന സമയത്ത് മിസ്രൈമിൽ താഴ്വരയുടെ അനുഭവത്തിലായിരുന്നു. ദൈവമായിട്ടുള്ള ബന്ധത്തിലൊന്നും അല്ലാതെ കൈകാര്യം ചെയ്തത്. തൻ്റെ ഉള്ളിലെ ഒരു ശുഷ്കാന്തി നിമിത്തം ആ ഒരു ജഡത്തിലെ ഒരു പ്രതികരണം എന്ന നിലയിലാണ് മിസ്രൈമിനെ അടിച്ചു പോകുന്നത്. നാട് വിടേണ്ടിയും വന്നു. ജഡത്തിലുള്ള ചില പ്രവൃത്തികൾ നമ്മൾ നാട് വിടുവിക്കും. ജഡത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ചിലപ്പോൾ നാട് വിടേണ്ടി വരും. ഒരു ചെറിയ സൂചനയാണ്. അപ്പോൾ ജഡത്തിലല്ല പ്രവർത്തിക്കേണ്ടത്, ദൈവിക നടത്തിപ്പിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതിൻ്റെ സമയം വരെ കാത്തിരിക്കണം. എന്തായാലും മരുഭൂമിയിലേക്ക് ചെന്ന മോശ 40 വർഷക്കാലം അങ്ങനെ കറങ്ങി മുന്നോട്ട് പോയി. അതിൻ്റെ ഒടുവിലേക്ക് വന്നപ്പോഴാണ് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിൽ വെച്ച് മോശ ദൈവവുമായി മുഖാമുഖം വരുന്നത്. മുൾപ്പടർപ്പ് കത്തി നിൽക്കുന്ന കാഴ്ചയാണ് മോശ കാണുന്നത്. ഒരു മഹത്തായ കാഴ്ചയാണ് മോശ കാണുന്നത്. മോശയുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടില്ല. ഇസ്രായേലിൽ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടോ? ഇസ്രായേലിൽ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ശബ്ദം കേട്ടിട്ടുണ്ടോ? അബ്രഹാം, ഇസഹാക്ക്, യാക്കോബൊക്കെ ദൈവശബ്ദം കേട്ടിട്ടുള്ളവരാണ്. പക്ഷേ ഇത് വിശേഷപ്പെട്ട ഒരു സമാഗമമാണ്. ഇത് വിശേഷപ്പെട്ട ഒരു ശബ്ദമാണ്. മോശയെ വിളിച്ചിറക്കുന്നത് ഒരു ഉദ്ദേശത്തിന് വേണ്ടിയല്ലേ? ദൈവം എല്ലായ്പ്പോഴും ഓരോരുത്തരെ വിളിച്ചിറക്കുന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾക്കും പദ്ധതികളുടെ നിവൃത്തീകരണത്തിനുമാണ്. അബ്രഹാമിനെ ഊരിൽ നിന്ന് വിളിച്ചിറക്കിയത് എന്തിനാ? ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾക്കും തൻ്റെ പദ്ധതികളുടെ പൂർത്തീകരണത്തിനും വേണ്ടിയിട്ടാണ്. പിന്നീട് ഇസഹാക്കിനെ നോക്കുക, യാക്കോബിനെ നോക്കുക, അവരെയൊക്കെ വിളിക്കുന്നതിൻ്റെ പിന്നിൽ അങ്ങനെ തന്നെയാണ്. പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നോഹയുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചതും ദൈവം തന്നോട് ഇടപെട്ടതുമായ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളുടെ നിവൃത്തീകരണങ്ങളാണ്. ദൈവത്തിൻ്റെ ഉദ്ദേശം അവിടെ എന്താ നോഹയോട് ദൈവം പറയുന്നത്? ഭയാനകമായ ന്യായവിധി വരുന്നു, അതിനു മുമ്പ് ഒരു പെട്ടകം തയ്യാറാക്കിക്കൊള്ളുക. ഇപ്പോൾ എല്ലാ സമയത്തും ദൈവം ഓരോരുത്തരെ വിളിച്ചിറക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെല്ലാം ദൈവ ഉദ്ദേശങ്ങളുണ്ട്. ഒരുവനെ പുതിയ നിയമ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം കണ്ടിട്ടുണ്ട്, ദൈവം അവനെ വിളിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കരങ്ങളിലൂടെ ദൈവം വൻകാര്യങ്ങളെ ചെയ്യും. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടും. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തികളും ദൈവത്തിൻ്റെ ആലോചനയും അവന് പകർന്നു കൊടുക്കും. ദൈവാലോചന പകർന്നു കൊടുക്കും. അവനെ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് കൊണ്ടുവരും. ഒരു പുതിയ നിയമ ശുശ്രൂഷകനെ ദൈവം തൻ്റെ പർവ്വതത്തിലേക്ക്, എന്നുവെച്ചാൽ ഉയർന്ന ആത്മീയ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് അളവുകൾ കൈമാറും. അളവുകൾ കൈമാറിക്കിട്ടിയ ആളുകളാണ് വളരെ ശുഷ്കാന്തിയോടും കർക്കശ്യമായിട്ടും കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അവരുടെ കയ്യിൽ അളവ് നൂലും തൂക്കുകട്ടയുണ്ടാവും. അവരൊരു മില്ലിമീറ്റർ മാറാൻ സമ്മതിക്കില്ല. മുഴു ലോകവും ഇളകി വരിക എന്ന് പറഞ്ഞാലും, എല്ലാ പെന്തിക്കോസും തലകുത്തി നിൽക്കുക എന്ന് പറഞ്ഞാലും ഇട്ട് പൊക്കോളാൻ പറയും. അവരറിഞ്ഞത്, അവർ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ, പത്രോസ് അങ്ങനെയല്ലേ പറയുന്നത്? ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും രുചിച്ചതുമായ കാര്യങ്ങൾ ഞങ്ങൾ അവനോടുകൂടെ തിന്നുകുടിച്ചവർ. ഊഹാഭോഗം പ്രചരിപ്പിക്കാൻ വന്നവരല്ലെന്നേ, ഞങ്ങൾ അവനോടുകൂടെ തിന്നുകുടിച്ചവരെന്നല്ലേ പറയുന്നത്. മോശയ്ക്കും അത് പറയാം. ദൈവസന്നിധിയിൽ ഭക്ഷിച്ച് പാനം ചെയ്തവനല്ലേ മോശ. അതേപോലെ തന്നെ ദൈവസന്നിധിയിൽ ജലപാനം പോലും കഴിക്കാതെ 80 ദിവസം ഇരുന്നവനുമാണ്. രണ്ടും മോശയെക്കുറിച്ച് പറയാം. ദൈവസന്നിധി രുചിച്ചറിഞ്ഞവനാണ് മോശ. ദൈവത്തിൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ ആലോചനയും മനസ്സിലാക്കിയവനാണ്. എന്തുകൊണ്ടാണ് ഇത്രയും പറഞ്ഞതെന്ന് മനസ്സിലായോ? എബ്രായ ലേഖനത്തിലെ ആ ഒരു വാക്യം വായിച്ചപ്പോഴാണ് എൻ്റെ ഉള്ളിൽ ഒരു കത്ത് കത്തിയത്. ഈ പഴയ നിയമ കൂടാരമായ സമാഗമന കൂടാരം പണിത മോശയെക്കുറിച്ച്, ഈ താൽക്കാലിക കൂടാരം പണിത മോശയെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം അവൻ വിശ്വസ്തനെന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ നിത്യനിവാസമായ പുതിയ നിയമ സഭയാമാലയം പണിയുന്നവരെക്കുറിച്ച് എത്രയധികം പറയേണ്ടി വരും, എത്രയധികം പറയേണ്ടി വരും. അങ്ങനെ ഇന്ന് എത്ര പേരെക്കുറിച്ച് ദൈവത്തിന് പറയാൻ കഴിയും? വലിയ പങ്കും വിശ്വസ്തരല്ല. അങ്ങനത്തെ ബോധ്യം ലഭിച്ചൊരു മനുഷ്യനായിരുന്നു പൗലോസ് ലീഗ എന്ന് നമ്മൾ കണ്ടു. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം വായിക്കാം. അതിനുമുമ്പ് പൗലോസിനെ കുറിച്ചുള്ളൊരു പ്രവചനമാണ് 23-ാം വാക്യത്തിൽ കാണുന്നത്. അവിടെ കാണുന്നത്, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. പൗലോസിൻ്റെ മുമ്പിൽ ഇനിയുള്ള പ്രയാണത്തിൽ യെരുശലേമിലേക്കൊക്കെ യാത്ര ചെയ്ത് ചെല്ലുമ്പോൾ ബന്ധനങ്ങളും കഷ്ടങ്ങളും തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അവിടെ നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് 24-ാം വാക്യം വായിച്ചേ. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന്റെ കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും പർവ്വതാനുഭവങ്ങളിൽ എത്തപ്പെട്ടവർ, ശരിയാവണ്ണം വിളി കേട്ടവർ, അവരുടെ കാര്യം ഞാൻ ഈ പറയുന്നത്.
അവരെയാണല്ലോ വിശ്വസ്തരെന്ന് എണ്ണിയെന്നൊക്കെ നമ്മൾ കണ്ടത്. ഇപ്പോൾ വായിച്ച ഈ ഭാഗം എന്ന് പറയുന്നത് ഏകദേശം AD 59 ഒരു ഭാഗമാണിത്. ഏതാണ്ട് സൂക്ഷ്മം നമുക്ക് പറയാം. AD 59 തൻ്റെ 3ാം മിഷൻ യാത്ര കഴിഞ്ഞ് താൻ മടങ്ങി വരുമ്പോൾ എഫേസോസിലെ മൂപ്പന്മാരെ മിലേത്തോസിലെ കടപ്പുറത്ത് കൂട്ടിയിട്ട് അവരോട് തൻ്റെ വിടവാങ്ങൽ പ്രസംഗം, ലാസ്റ്റ് മെസ്സേജ് അവരോട് പറയുന്നതാണ് ഈ ഭാഗം. ഇവിടെയാണ് താൻ പറയുന്നത്, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ് 10-13 വർഷവും കൂടെ മുൻപോട്ട് പോയിട്ടാണ് പൗലോസ് പറയുന്നത്, അവൻ എന്നെ വിശ്വസ്തനെന്ന് എണ്ണി എന്നെ ശുശ്രൂഷയ്ക്ക് ഭരമേൽപ്പിച്ചു എന്ന് തിമോഥെയോസിനോട് പറയുന്നത് 1 തിമോഥെയോസിൽ. 10-13 വർഷം പിന്നെയും പോയി. ഇപ്പം ഇവിടെ പറയാണ്, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. തൻ്റെ മുമ്പിലുള്ള ലക്ഷ്യത്തെക്കുറിച്ച് താൻ പറയുകയാണ്. എന്താ ലക്ഷ്യം? എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. ഇത് പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് 1-2 കാര്യം പറയട്ടെ. നമ്മൾ ടാബർനാക്കിൾ സ്റ്റഡിക്കാണ് വന്നതെങ്കിലും ഇപ്പോൾ പുതിയ നിയമത്തിലും പൗലോസിൻ്റെ ശുശ്രൂഷയൊക്കെയാണ് മുമ്പിൽ വന്നത്. അപ്പോൾ ഇവിടെ വിശ്വസ്തനായിരുന്ന മനുഷ്യൻ പൗലോസ് പറയുകയാണ്, തൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷം അറിയിക്കുക എന്നുള്ളത് മാത്രമേ അതെനിക്ക് ഉദ്ദേശമുള്ളൂ. അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളോ, ഈ ഓട്ടത്തിനും ചാട്ടത്തിനും ഒക്കെ ചില്ലറ വേണ്ടേ? വണ്ടിക്കൂലി കൊടുക്കണ്ടേ? കപ്പലിലൊക്കെ കയറണ്ടേ? ടിക്കറ്റ് എടുക്കണ്ടേ? അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും? അതൊക്കെ അതതിൻ്റെ സമയത്ത് വിളിച്ചവൻ തന്നെ കൈകാര്യം ചെയ്യും. അതൊരു ബോധ്യമാണ്, ഉത്തമമായ വിശ്വാസമാണ്. ആ വിശ്വാസത്തിലാണ് താൻ ഓരോരോ കാര്യങ്ങളും ചെയ്യുന്നത്. പൗലോസ് ആരോടെങ്കിലോടൊക്കെ വിളിച്ചു പറഞ്ഞിട്ട്, എനിക്ക് ഇതുപോലെ ടിക്കറ്റ് എടുക്കാനായിട്ട് ഇച്ചിരി പൈസ അയച്ചു തരണം, ഗൂഗിൾ പേ ചെയ്താൽ മതി എന്ന് പൗലോസ് പറയുമോ? സൗരങ്ങളെ ഒരു നിമിഷം ചിന്തിച്ചേ. പൗലോസ് ന്യൂസിലാൻഡിലേക്ക് വിളിച്ചിട്ട് എബിയോട് പറയുക, ഇതിനെ പോലെ ഒരു ടിക്കറ്റ് എടുക്കണം, അതുകൊണ്ട് ഗൂഗിൾ പേ ഒന്ന് ചെയ്തേരേ കേട്ടോ. ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല പൗലോസ് എബിയെ. എന്നാലും അങ്ങനെ പൗലോസ് പറയുമോ? എനിക്ക് തോന്നുന്നില്ല പറയുമെന്ന്. വെടിവെച്ച് കൊന്നാലും പറയില്ലായിരിക്കും. ദൈവം ഓരോ കാര്യങ്ങൾക്ക് അയക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഗൂഗിൾ പേ ഒക്കെ ദൈവം അതാത് സമയത്ത് ചെയ്യും. അതാണ് അതിൻ്റെ കൺഫർമേഷൻ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ കൺഫർമേഷൻ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് എന്താ, ചില ശുശ്രൂഷകർക്ക് അവരുടെ മക്കളെ ഡോക്ടറാക്കണം, നഴ്സാക്കണം, വേറെ ഏതാണ്ടൊക്കെ ആക്കണം. അതിനൊന്നും കുഴപ്പമില്ലെന്നേ. ആ ആഗ്രഹമൊക്കെ നല്ലതാണ്. അതൊന്നും പൂർത്തീകരിക്കാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല. അപ്പോൾ പാസ്റ്റർക്ക് അവിടെ ഇവിടെയൊക്കെ വേണേൽ ഞാൻ പറയില്ല, അതിൻ്റെ ആവശ്യമില്ല. ദൈവമുഖത്തേക്ക് നോക്കുന്നില്ലെന്നീ ആളുകൾ. ഒന്ന് പറഞ്ഞ് 2 ഫോൺ വിളിക്കുക. ആളുകൾ പറയുന്നത് ഈസിയാണ്, ഗൂഗിൾ പേ ഈസിയാണെന്നാണ് പറയുന്നത്. ഉപദേശിമാരെല്ലാം കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം, ഗൂഗിൾ പേ ഈസിയാണ്, ചുമ്മാ ഇങ്ങനെ 2 കുത്ത് കുത്തിയാൽ മതി. 2 കുത്ത്, 3ാമത്തെ കുത്തിന് സാധനം വരും. അങ്ങനെ കുത്തി പഠിക്കല്ലേ. ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവ് കെരീത്തിലിരുന്ന ഇരിപ്പ്, ശെരഫാത്തിലെ വിധവയുടെ വീട്ടിലിരുന്ന ഇരിപ്പ്, ഗിലെയാദിലെ പൂർവാശ്രമത്തിൽ എത്ര കാലം കാത്തിരുന്നു. കാത്തിരിപ്പുകളുണ്ട്, ശുശ്രൂഷയിൽ കാത്തിരിപ്പുകളുണ്ട്. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. സമയത്തിന് മുമ്പ് കയറി ഒന്നും ചെയ്തു കളയരുത്. ദൈവം അനുവദിക്കണം. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ജീവിതത്തിലെ പല കാര്യങ്ങളും വെച്ചിട്ടാണ് പറയുന്നത്. ഒരു മനുഷ്യനെന്ന നിലയിൽ പല കാര്യത്തിലും ഞാൻ ചിലപ്പോൾ അക്ഷമനായി ഇങ്ങനെ അന്തം വിട്ട് നിന്നിട്ടുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. സിഗ്നൽസ് ഇല്ല. ഗ്രീൻ സിഗ്നൽസേ ഇല്ല. ഗ്രീൻ സിഗ്നൽസ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുമെന്നായി പറയുന്നത്? എന്ത് ചെയ്യാൻ പറ്റും? ഈ അടുത്തിടയ്ക്കൊക്കെ ചില സഹോദരങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്നുകൊണ്ട് എൻ്റെ മുമ്പിൽ പല സമ്മർദ്ദങ്ങളും കൊണ്ടുവരുന്നുണ്ട് പല കാര്യത്തിലും. അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് മീൻസ് നമുക്കങ്ങനെ ചെയ്യണം, നമുക്ക് ഇങ്ങനെ വേണം പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ വരുന്നത്. എനിക്ക് സിഗ്നലുകളില്ലെന്നേ. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനത്തെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും വന്നിട്ട് കാര്യമില്ല. എനിക്കൊരു സിഗ്നലും കിട്ടുന്നില്ല. ഒരു സിഗ്നലും ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറ. സഹോദരന്മാർ നല്ല നല്ല കാര്യങ്ങളാണ് പറയുന്നത്, മോശമായ കാര്യമല്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് സിഗ്നൽസ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. ഓക്കെ, ഇവിടെ ഒരു ശുശ്രൂഷകൻ്റെ ഹൃദയാഭിലാഷമാണ് നമ്മൾ കാണുന്നത്. തൻ്റെ ഓട്ടം പൂർത്തീകരിക്കണം. തൻ്റെ ഓട്ടത്തെക്കുറിച്ച് താൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മുൻപ്. കൊരിന്ത്യലേഖനത്തിൽ
ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതിന് വളരെ നാളുകൾക്ക് മുമ്പാണ് കൊരിന്ത് ലേഖനത്തിലൂടെ താൻ പറയുന്നത്. ഓട്ടക്കളത്തിൽ അനേകർ ഓടുന്നുണ്ടെങ്കിൽ ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ. വിരുദ് പ്രാപിക്കാൻ തക്കവണ്ണം ഓടണമെന്ന് അന്ന് പറഞ്ഞു വെച്ചതാ. ആ പറഞ്ഞു വെച്ച പുള്ളിയുടെ ഉള്ളിൽ അത് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ ഏകദേശം AD 59 എഫേസോസിലെ മൂപ്പന്മാരെ മിലേത്തോസി വെച്ച് കണ്ടുമുട്ടിയപ്പോൾ പറയുന്നത് എന്താ പറഞ്ഞത്? എൻ്റെ ഓട്ടം, തൻ്റെ ഓട്ടത്തെക്കുറിച്ച് താൻ നല്ല ബോധവാനാണ്. എങ്ങനെയെങ്കിലും ഓടിയാൽ ദൈവസന്നിധിയിൽ നിന്ന് ഒരു എക്സ്ക്യൂസും ഉണ്ടാകില്ല. വേറെ വല്ലവർക്കൊക്കെ എക്സ്ക്യൂസ് കൊടുത്താലും പൗലോസിന് ഒരു എക്സ്ക്യൂസും കൊടുക്കില്ല. കർത്താവിന് വേണ്ടി ഇത്രയും അധ്വാനിക്കുകയും ഇത്രയും ഉത്സാഹിക്കുകയും ചെയ്താലെന്ന് ചോദിച്ചാൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഇത് അറിയാതിരുന്നെങ്കിൽ നിനക്ക് നന്നെന്ന് പറഞ്ഞു കളയും. ഈ കാര്യങ്ങളെ അറിഞ്ഞ പൗലോസ് അറിഞ്ഞ് ഓടിക്കോണം. താൻ തന്നെയല്ലേ പറഞ്ഞത് ഓട്ടക്കളത്തിൽ ഓടുന്നവർ എങ്ങനെ ഓടണമെന്ന്. അപ്പോൾ ആ കാര്യത്തിൽ താൻ ബോധവാനാണ്. ആ ശുഷ്കാന്തിയിൽ തന്നെയാണ് താൻ ഓടുന്നത്. പിന്നെ എന്താ പറഞ്ഞത്? താൻ അറിഞ്ഞ ആ ദൈവകൃപയുടെ സുവിശേഷം പങ്കുവയ്ക്കപ്പെടണം. നിർബന്ധം തൻ്റെ മേൽ കിടക്കുകയാണ്. ആ നിർബന്ധ നിമിത്തം അനേകരിലേക്ക് ഇത് എത്തിക്കണം. 2 പ്രധാന കാര്യം എൻ്റെ മുമ്പിലുള്ളത്. അവിടെ ഞാൻ ആദ്യം പറഞ്ഞ മോളെ ഡോക്ടറാക്കണം, എഞ്ചിനീയറാക്കണം, അതൊക്കെ ആകുമോ ആകാതിരിക്കുമോ, ദൈവം എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് ചിന്തിക്കുക വേണ്ടത്. ഒരു ശുശ്രൂഷകൻ അത്രയും ചിന്തിച്ചാൽ മതി. കണ്ടമാനം തല പോയോ ടെൻഷൻ അടിക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മക്കളെ തന്നത് ദൈവമാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ ദൈവം നോക്കും. അതിനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നില്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ, ഇതിൽ തൃപ്തിപ്പെടുക. അതിനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നില്ല, ഇത്രയേ ഉള്ളൂങ്കിൽ അതിൽ തൃപ്തിപ്പെടുക. ദൈവം അറിയാതെ അല്ലല്ലോ ഒന്നും. മോള് കമ്പൗണ്ടറേ ആയിട്ടുള്ളൂ. കമ്പൗണ്ടർ അങ്ങനെയല്ലേ പറയുന്നേ? മോളെ നേഴ്സാക്കണമെന്ന പാസ്റ്റർ ആഗ്രഹിച്ചത്, പക്ഷേ മോള് കമ്പൗണ്ടർ വരെ ആയുള്ളൂ. ദൈവം അറിയുന്നില്ല ഇതൊക്കെ? ദൈവം അറിയാതെയാണോ കമ്പൗണ്ടർ ആയത്? ദൈവത്തിന് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും. ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഈ മോളെക്കുറിച്ചും അപ്പനെക്കുറിച്ചുമൊക്കെ ദൈവത്തിന് മുന്നമേ അറിയാം. നമ്മളെന്തിനാണ് അനാവശ്യമായി ടെൻഷൻ അടിക്കുന്നത്? സമയത്ത് ദൈവം എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യും. നാട്ടുകാരുടെ മുഴുവൻ മുമ്പിൽ തോർത്ത് വിരിച്ച് മോളെ ഡോക്ടറാക്കണം, മോളെ നേഴ്സാക്കണം, മോളെ അങ്ങനെ ആക്കണം, മോനെ ഇങ്ങനെ ആക്കണം, മോനെ എഞ്ചിനീയർ ആക്കണം, മോനെ ന്യൂയോർക്കിൽ വിടണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേഴേണ്ട കാര്യമുണ്ടോ? ഈ മലയാളി കമ്മ്യൂണിറ്റിക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കൂടുതൽ ടെൻഷൻ. ലോകത്ത് വേറെ ആർക്കും ഇത്ര ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. മൃഗങ്ങളെയൊക്കെ നോക്കി, മൃഗങ്ങൾക്ക് കുട്ടികളുണ്ടാകുന്നു, കുറേ കാലം കൂടെ കൊണ്ടു നടന്നിട്ട് അതിൻ്റെ പാട്ടിന് പറഞ്ഞു കൊടുക്കുന്നു. ഈ യൂറോപ്യൻസിനെയൊക്കെ നോക്കി 10-15 വയസ്സൊക്കെ ആകുമ്പോൾ എല്ലാത്തിനെ കൂട്ടം പിരിച്ച് അതിൻ്റെ പാട്ടിന് പറഞ്ഞു കൊടുക്കും. മൃഗങ്ങൾ പറഞ്ഞു വിടുന്ന പോലെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, അത് വേറെ രീതിയിലാണ് അവരുടെ രീതി. സ്വന്തം കാലം നിൽക്കാൻ പാകത്തിന് അവരെ അങ്ങ് പറഞ്ഞു വിടുകയാണ്, അത്ര തന്നെ. അതായത് അവർ കൊണ്ടും കൊടുത്തും പോയി പഠിക്കട്ടെ എന്നുള്ളതാണ്. അവർ സർവൈവ് ചെയ്യട്ടെ ഈ ലോകത്തിൽ, അവരെല്ലാത്തിനെയും അഭിമുഖീകരിക്കട്ടെ, ഫേസ് ചെയ്യട്ടെ. അപ്പോൾ അവിടെ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ അത് ദൈവഹിതമാണെന്ന് മനസ്സിലാകുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. ദൈവരാജ്യത്തിൽ വന്നിരിക്കുന്ന എല്ലാവരെയും ഡോക്ടറും എല്ലാവരെയും എൻജിനീയറും എല്ലാവരെയും നേഴ്സും ആക്കാനായിട്ട് ദൈവത്തിന് പ്ലാൻ ഇല്ല കേട്ടോ. നിങ്ങളോടുള്ള ദൂതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പിന്നീട് കേൾക്കുന്ന ആർക്കോ വേണ്ടിയുള്ളൊരു ദൂത. ദൈവരാജ്യത്തിൽ വന്ന ആളുകളെ എല്ലാം ഡോക്ടറായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? വണ്ടി ഓടിക്കാൻ ആൾ വേണ്ടേ? ചായ അടിക്കാൻ ആൾ വേണ്ടേ? ചായ ഇങ്ങനെ പൊക്കി ഇങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ അടിക്കുന്നത്. ആ ചായ അടിക്കൊക്കെ ആൾ വേണം. ചായ കുടിക്കണ്ടേ നമുക്ക്? എല്ലാവരും സ്റ്റെതസ്കോപ്പും തൂക്കിയിട്ടുകൊണ്ട് കിടക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആഗ്രഹങ്ങളൊക്കെ നല്ലതാണ്, പക്ഷേ ഒരു പൊതുനിയമ വ്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴിയും കണ്ടെത്തുക എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ വാക്യത്തിൻ്റെ അർത്ഥമൊന്നും പലർക്കും അറിയില്ല. നമ്മുടെ ഉള്ളിൽ വരുന്ന ആഗ്രഹങ്ങളും മോഹങ്ങളും താല്പര്യങ്ങളും നമ്മൾ പറയുന്ന ചില പകൽ കിനാവുകളൊക്കെ ഉണ്ടല്ലോ, അതിനെയെല്ലാം വിക്കറ്റ് ഗേറ്റിലൂടെ കടത്തണം, ഇടുക്കമുള്ള വാതിലിലൂടെ കടത്തണം. നമ്മുടെ ഉള്ളിൽ പല ആഗ്രഹങ്ങളും വരും. തെക്കേതിലെ ശോശാമയുടെ മോള് MBBS പോയി, ആയിക്കോട്ടെ. അതുകൊണ്ട് മറിയാമ്മയും മോളെ ഡോക്ടറാക്കണമെന്ന് വാശി പിടിക്കണോ? അതിൻ്റെ ആവശ്യമില്ലെന്നേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ആഗ്രഹത്തെയൊക്കെ ഇടുക്കുവാതിലൂടെ കടത്തണം. പരിശുദ്ധാത്മാവിൻ്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പോലും അറിയാത്ത രീതിയിൽ അനുകൂലമായിട്ട് വരും. അതാണ് പഠിക്കേണ്ടത്. അതിൽ അപ്രൂവൽ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങളെന്താ? അതൊക്കെ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയാത്ത കാര്യമുണ്ടോ എന്നുള്ളതാണ് ഉത്തരം.
അതെല്ലാം അവിടെ നിന്ന് ചെയ്തോളും. ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഇത്രയും വിശദമായി പറയാൻ ഞാൻ ആഗ്രഹിച്ചതല്ല, ഓടിച്ച് പറഞ്ഞങ്ങ് വിടാൻ ഇരുന്നതാണ്. പക്ഷേ എന്തോ അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയി. അപ്പം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളെയൊക്കെ വിക്കറ്റ് ഗേറ്റിലൂടെ അഥവാ ഇടുക്കമുള്ള വാതിലിലൂടെയൊക്കെ കടത്തിവിട്ട് കടത്തി വിട്ടില്ലെങ്കിൽ നമ്മുടെ ഗസിയ ജീവിതം ഒരു പരുവത്തിലായി പോവും. ഓട്ടത്തിൻ്റെ താളം തെറ്റും. നല്ല പോരാട്ടം പോരാടി ഓട്ടം ഓടിയിടാം, വല്ലഭൻ്റെ നല്ല പാത പിന്തുടർന്നിടാം, അങ്ങനെയല്ലേ പാട്ടുകാരൻ പറയുന്നേ. നല്ല പോരാട്ടം പോരാടി ഓട്ടം ഓടിയിടാം. അപ്പോൾ ഈ ഓട്ടത്തിൽ പോരാട്ടം ഉണ്ടെന്നേ, പോരാടണം. പിശാചിനെ വിളിക്കുന്നത് പരിശോധകൻ എന്ന് തന്നെയാണ്. പരിശോധകനായവൻ പലവിധമായ മോഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. നമ്മളതിലെല്ലാം കയറി കൊത്തരുത്. മുമ്പിൽ വരുന്ന സകല കാര്യത്തിലും കയറി കൊത്തരുത്. കണ്ടിട്ടില്ലേ, കിളികൾ കൊത്തുന്ന കണ്ടിട്ടില്ലേ? എല്ലാത്തിലും കയറി കൊത്തരുത്. അവിടെയെല്ലാം വേടൻ വല വെച്ചിട്ടുണ്ടാവും. മുമ്പിൽ വരുന്ന എല്ലാത്തിലും കയറി കൊത്തരുത്, വേടൻ വല വെച്ചിട്ടുണ്ട്. സാത്താൻ ആരാ മോൻ? അവൻ തന്ത്രശാലിയാണ്. അവൻ ആരെ വീഴ്ത്തേണ്ടു എന്ന് നോക്കിക്കൊണ്ട് അലറിക്കൊണ്ട് നടക്കുന്നുണ്ട്. ചില സമയത്ത് അവൻ പാത്തും പതുങ്ങിയും വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവനെ തന്ത്രശാലി എന്ന് വിളിക്കുന്നത്. അവൻ തെറ്റിച്ച് കളയുന്നവനാണ്. അവൻ നമ്മെ കുടുക്കിലാകപ്പെടുത്തും. വേടൻ വെച്ച വല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായോ? അതുകൊണ്ട് വേടൻ വെച്ച വല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായോ? അതുകൊണ്ട് എപ്പോഴും ആത്മാവിൻ്റെ അപ്രൂവൽ വേണം ഏത് കാര്യത്തിലും. അപ്പോൾ അങ്ങനെ ആത്മാവിൻ്റെ അപ്രൂവലിന് വേണ്ടി ഇപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്നത് ചില ചിന്തിക്കായിരിക്കും, എൻ്റെ കർത്താവ് ഇങ്ങനെ ഈ പറയുന്ന രീതിയിലാണ് ഈ ഭൂമി ജീവിക്കാൻ പറ്റുമോ? അപ്രൂവലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, എല്ലാ കാര്യത്തിലും അപ്രൂവലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? നമുക്കങ്ങനെ അങ്ങ് പോകാം. പരിശുദ്ധാത്മാവിന് വിരോധമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരുന്നാൽ പോരെ. കള്ള് കുടിക്കാതിരുന്നാൽ മതി. അടിപിടി, കൊലപാതകം, വ്യഭിചാരം, പിടിച്ചുപറി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരുന്നാൽ പോരെ എന്നാണ് പലരും ചിന്തിക്കുന്നത്. അതൊക്കെ ബാഹ്യമായ കാര്യങ്ങളല്ലേ സഹോദരങ്ങളെ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അതേസമയം നമ്മെ പരിശോധിക്കുന്നത് നമ്മുടെ അന്തരംഗത്തിലിരിക്കുന്ന കാര്യങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാണ് മറ്റേ പുള്ളിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്നലത്തെ മെസ്സേജ് തുടങ്ങുന്നതിന് മുമ്പ് മറ്റാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ചുറ്റുപാടുമൊക്കെ അനേകർ നമ്മളെ മുട്ടുസൂചിക്ക് കുത്താൻ പാകത്തിന് ഇരിപ്പുണ്ട് അല്ലേ? പല ആളുകളെ ആക്കി വെച്ചിട്ടുണ്ട് അതിനു വേണ്ടി. ശിമയുടെ കാര്യം ഞാൻ പറഞ്ഞു. ദാവീദിനെ ശപിക്കാൻ വേണ്ടിയാണ് ശിമയി ഇരിക്കുന്നത്. ശിമയുടെ ഡ്യൂട്ടി ചെയ്യുന്നു, ദാവീദിന് അതൊക്കെ അനുഗ്രഹമായിട്ട് മാറുന്നു. അതുപോലെ നമ്മുടെ ചുറ്റുപാടും എവിടെയൊക്കെയോ ആരെയൊക്കെയോ ദൈവമാക്കിയിട്ടുണ്ട്. അവർ പിശാചിനാലായിരിക്കും ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതെല്ലാം നമുക്ക് അനുഗ്രഹമാണെന്നേ. കാരണം എന്നാ, ക്വാളിറ്റി ചെക്കിംഗ് എന്ന് കേട്ടിട്ടില്ലേ? QC, ക്വാളിറ്റി ചെക്കിംഗ്. അപ്പോൾ ഈ ആളുകളെയൊക്കെ നമ്മുടെ ചുറ്റും ഇങ്ങനെ വിന്യസിച്ചിരിക്കുന്നത്, ഇന്ത്യയുടെ ചുറ്റും ശത്രു സൈന്യങ്ങളുണ്ടല്ലോ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈനയൊക്കെ ഉണ്ടല്ലോ, അവരവരുടെ സൈന്യങ്ങളെ വിന്യസിച്ച് വെച്ചിരിക്കുകയല്ലേ. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റും ഇങ്ങനെയൊക്കെ ആളുകളെ ആക്കി വെച്ചിട്ടുണ്ട്. ആ ആളുകളിലൂടെയൊക്കെ നമുക്ക് ലഭിക്കപ്പെടുന്ന ഈ പറയപ്പെടുന്ന മുറിവുകളുണ്ടാകാം, മുട്ടുസൂചിയുടെ കുത്തുകളുണ്ടാകാം, മീൻസ് മുള്ളുകൾ. ഈ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ടെസ്റ്റുകളാണ്, നമ്മെ യോഗ്യരാക്കുന്ന അനുഭവങ്ങളാണതല്ല. നമ്മുടെ ക്ഷമയെ പരിശോധിക്കും, അതുപോലെ നമ്മുടെ അങ്ങനെ പല കാര്യങ്ങളെയും പരിശോധിക്കും. അത് ഞാൻ പറഞ്ഞു, മോഹങ്ങളെയും താല്പര്യങ്ങളെയും സ്വപ്നങ്ങളെയും ഒക്കെ പരിശോധിക്കുന്ന കാര്യം. ഇപ്പം ഞാൻ പറഞ്ഞത് എന്താ, നമ്മുടെ ക്ഷമയും പരിശോധിക്കും. ആരടാന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിക്കുന്ന സ്വഭാവമാണ് നമുക്കെങ്കിൽ ചുറ്റും അതിന് തക്കതായ പ്രതിയോഗികളെ വയ്ക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ഈ പറയുന്ന നന്മയൊന്നും നമ്മളിൽ വസിക്കുന്നില്ലല്ലോ, ക്രിസ്തുവിൻ്റെ ഒരു ഭാവവും ഇല്ലല്ലോ. ഞായറാഴ്ച സഭായോഗത്തിൽ നല്ല ഭാവമുള്ള ആളാണല്ലോ, ബാക്കി സമയത്ത് അത്രയും ഭാവം വെളിപ്പെടുന്നില്ലല്ലോ എന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിലാകും. അതിന് ഓരോ ഇൻസിഡൻസ് ഉണ്ടാകണ്ടേ, ഓരോരോ ഇൻസിഡൻസ് ഉണ്ടാകണമല്ലോ, ചില എൻകൗണ്ടറുകൾ ഉണ്ടാകണം. അപ്പോഴാണ് നമ്മൾ ആരാണെന്ന് വെളിപ്പെടുന്നത്. സന്ദർഭവശാൽ പറഞ്ഞതാണത് രണ്ടും. ആട്ടെ, ഞാൻ ആ വാക്യത്തിലേക്ക് ഒന്നുകൂടെ മടങ്ങി വരിക. തൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷവും. ഒരു പുതിയ നിയമ ശുശ്രൂഷകനെ സംബന്ധിച്ച് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതിന് വലിയ പ്രാധാന്യമാണ്. തൻ്റെ ഓട്ടം എന്ന് പറയുമ്പോൾ താൻ അനേകർക്ക് റോൾ മോഡലായി തീരേണ്ടവനാണ്, മറ്റനേകർക്ക് റോൾ മോഡലായി തീരേണ്ടവരാണ്. അനേകർ തന്നെ ഉറ്റുനോക്കുന്നുണ്ട്. തൻ്റെ ഒരു സംസാരമാകാം, ഒരു നടപ്പാകാം, ഒരു ഇരിപ്പാകാം. എന്തിരിപ്പ്? ചില സ്ഥലങ്ങളിൽ നിന്നൊരു ശുശ്രൂഷകന് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ലോത്ത് അവിടെ ഇരുന്നതോ? ലോത്ത് അവിടെ ഇരുന്നോട്ടെ, പട്ടണവാതിക്കലിരുന്ന് സൊറ പറഞ്ഞിരുന്നു, കപ്പലണ്ടിയും കുറിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. അതുപോലെ അബ്രഹാം ഇരുന്നില്ലല്ലോ.
ഇരുന്നോ? ലോത്ത് അങ്ങനെ ഇരുന്ന് കപ്പലണ്ടി തിന്നതിനെക്കുറിച്ചാണ് പത്രോസ് ലേഖനത്തിൽ പറഞ്ഞത്, വലഞ്ഞു പോയ നീതിമാനായ ലോത്തെന്ന്. സൊറ പറഞ്ഞിരുന്ന് കപ്പലണ്ടി തിന്നതാ, വലഞ്ഞു പോയ നീതിമാനായ ലോത്ത്. അപ്പോൾ ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ വലഞ്ഞു പോയവനാകരുത്. അവനെക്കുറിച്ച് അങ്ങനത്തെ സാക്ഷ്യമല്ല പറയേണ്ടത്. അവൻ മറ്റനേകർക്ക് മാതൃകയുള്ളവനായിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെ ഉറ്റുനോക്കുവീൻ. ഫിലിപ്പി ലേഖനത്തിലെ വാക്യ 3-ാം അധ്യായം 17-ാം വാക്യം പറഞ്ഞത്, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെ. ഒരു പാറ്റേണാണ് പൗലോസ് അവിടെ വയ്ക്കുന്നത്, ഒരു പാറ്റേൺ. നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താ? സമാഗമന കൂടാരം. അത് ഉയരത്തിലെ സാക്ഷി കൂടാരത്തിൻ്റെ പാറ്റേണാണ് സമാഗമന കൂടാരം എന്ന് പറയുന്നത്. സെയിം മാതൃകയാണ്, സെയിം മാതൃക. അതുപോലെ അപ്പസ്തലന്മാരുടെ മുമ്പിൽ ഒരു പാറ്റേൺ എന്ന നിലയിൽ കർത്താവ് ഉണ്ടായിരുന്നു. കർത്താവ് അവർക്ക് കാണിച്ചു കൊടുത്ത ചില മാതൃകകളുണ്ട്. ആ മാതൃകകൾക്ക് അനുസരിച്ചാണ് പരിശുദ്ധാത്മാവിൽ അവർ നടന്നത്, ജീവിച്ചത്. എന്നിട്ട് അതിൻ്റെ ഒടുക്കമാണ് അവർ പറയുന്നത്, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെ ശ്രദ്ധിച്ചു നോക്കുവിന്ന്. അമാതൃകയായിട്ട് അനേകർ നടക്കുന്നു, അനേകർ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നു. യെസ്, അനേകർ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നു. പൗലോസിന് അതാ പറയാനുള്ളത്. പത്രോസിന് എന്താ പറയാനുള്ളത്? അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി അനേകർ അവരുടെ വിരുദ് തെറ്റിക്കുന്നു എന്നുള്ള കാര്യമാണ്. 2 പത്രോസ് 3:17. എങ്ങനെയാ? നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അനേകർ അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി അവരുടെ സ്ഥിരത വിട്ട് വീണു പോവുകയാണ്. അധർമ്മികളുടെ വഞ്ചനയിൽ. എന്താ അധർമ്മികൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്? കായംകുളം കൊച്ചുണ്ണിയുടെ കാര്യമാണോ? അതെയോ ഐമൻ സാഹുവാരിയെക്കുറിച്ചാണോ? അതെയോ ബിൻ ലാദനെ കുറിച്ചാണോ പറഞ്ഞത്? അവരുടെ ഒന്നും കാര്യമല്ല. ദൈവരാജ്യ നിമിത്തം വിശ്വസ്തയോടെ സഞ്ചരിക്കുന്നവരെ മറിച്ച് കളയാൻ ശ്രമിക്കുന്ന അനേകരുണ്ട്. അവർ കറുത്ത പാൻറ്റ് തന്നെയാണ് ഇടുന്നത്, വെളുത്ത ഷർട്ടൊക്കെ ഇടും, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പാൻറ്റും ഷർട്ടൊക്കെ ക്ലിയർ ആയിരിക്കാം, പക്ഷേ അവരുടെ കയ്യിൽ അധർമ്മമുണ്ട്. അനോമസ് എന്നുള്ളൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്കിൽ. അനോമസ്. അനോമസ് എന്ന് പറഞ്ഞാൽ വിതൗട്ട് ലോ എന്നാണ്. വിതൗട്ട് ലോ, ലോലെസ്, ഉപദേശരാഹിത്യത്തെയാണ് കാണിക്കുന്നത്. അധർമ്മികളുടെ വഞ്ചനയിൽ എന്ന് പറയുമ്പോൾ വലിയ കൊമ്പമീശയൊക്കെ പിരിച്ച് ഒരു വട്ടത്തോർത്ത് തലയിൽ കെട്ടി മുണ്ടൊക്കെ മടക്കി പൊക്കി കുത്തി മീശയും പിരിച്ച് കൊച്ചു പിച്ചാത്തിയായിട്ട് വരുന്ന അവനെയാണോ അധർമ്മി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അധർമ്മികൾ വന്ന് വിശുദ്ധന്മാരെയെല്ലാം മറിച്ച് കളയുന്നു അങ്ങനെയാണോ ചിന്തിക്കുന്നത്? പണ്ട് കാലത്ത്, വളരെ ചെറുപ്പകാലത്ത് ഈ സാത്താൻ പിശാചി എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു കറുത്ത കുപ്പായമൊക്കെ ഇട്ട് കറുത്ത കൊമ്പൊക്കെ വെച്ച് കറുത്ത കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് വരുന്ന ഒരു കോലമാണ് അന്ന് ചിന്തിക്കുന്നത്. പക്ഷേ പ്രായപൂർത്തി വോട്ടവകാശം ലഭിച്ചതിന് ശേഷം തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. അവനങ്ങനെ കറുത്ത പാൻറ്റും കറുത്ത ഷൂ ഒന്നും ഇട്ടല്ല വരുന്നത്. പുള്ളി വെളുത്ത ഷൂവും വെളുത്ത പാൻറ്റും എല്ലാം വെളുത്തതായിട്ടാണ് വരുള്ളൂ. അവൻ്റെ എല്ലാം വെളുത്തത് ഇട്ടുകൊണ്ടാണ് വരികയുള്ളൂ എന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. നമ്മുടെ അജ്ഞതയുടെ കാലത്ത് അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അധർമ്മികളുടെ വഞ്ചനയിൽ അനേകർ കുടുങ്ങുകയാണ്. ഉപദേശത്തെ മറിച്ച് കളയാണ്. പലരും ചോദിക്കുകയാണ്, അങ്ങനെയുണ്ടോ, ഇങ്ങനെയുണ്ടോ, പുതിയ നിയമത്തിലുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ശരിക്കും നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഒരുമിച്ച് കൂടി ധ്യാനിച്ച ആ ധ്യാനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കപ്പെട്ട ഒരു അറിവുണ്ട്, ഒരു ബോധ്യമുണ്ട്. എന്താ അത്? ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി വെളിപ്പാടിൽ സഞ്ചരിക്കുന്നവനാണ്. ഏതെങ്കിലും ഒരു വാക്യത്തെ ഇങ്ങനെ മുമ്പിൽ വെച്ചിട്ട് പോവുകയല്ല, അല്ലേ? ഏതെങ്കിലും ഒരു വാക്യത്തെ കണ്ടിട്ട് ആ വാക്യത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പോവുകയല്ല, വെളിപ്പാടിലാണ് സഞ്ചരിക്കുന്നത്. പൗലോസ് അത് തന്നെയല്ലേ പറയുന്നത്? ഗലാത്യ ലേഖനം 2-ാം അധ്യായം എടുത്ത് അതിൻ്റെ ആദ്യത്തെ വാക്യം. 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരൂശലേമിലേക്ക് പോയി. ഞാനൊരു വെളിപ്പാടനുസരിച്ച് ഇത്ര പോയത്. ഞാൻ ഓടിയത് വെറുതെ എന്ന് വരാതിരിക്കുവാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷ പ്രമാണികളോട് വിവരിച്ചു. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ വാക്യത്തിലുണ്ട്, 1-2 വാക്യത്തിൽ. 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരൂശലേമിലേക്ക് പോയി. രണ്ടാമത് പോയ കാര്യമാണ് പറയുന്നത്. ഞാനൊരു വെളിപ്പാടനുസരിച്ച് അത്രേ പോയത്. ആ പോക്ക് ഒരു വെളിപ്പാടിനനുസരിച്ചാണെന്നാണ് പറഞ്ഞു വരുന്നത്.
ഞാനതിനെ മറ്റൊരു രീതി പറയുകയാണ്, തൻ്റെ ജീവിതത്തിലെമ്പാടും വെളിപ്പാടിനനുസരിച്ചാണ് താനെ സഞ്ചരിച്ചത്. വെളിപ്പാടിനനുസരിച്ച്. ഇത് 1-ാം മിഷൻ യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നതിന് ശേഷം എഴുതിയ ലേഖനമാണ് ഗലാത്യ ലേഖനം. ഇതിന് ശേഷമാണ് 2-ാം മിഷൻ യാത്രയ്ക്ക് പോകുന്നത്. അതായത് അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൻ്റെ 35 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മൾ 2-ാം മിഷൻ യാത്ര കാണുന്നത്. അത് കഴിഞ്ഞ് 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ താൻ ആശയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു, അവിടെ ദൈവാത്മാവ് വിലക്കി. ബിഥുനിക്ക് പോകാൻ ആഗ്രഹിച്ചു, അവിടെയും പരിശുദ്ധാത്മാവ് വിലക്കി. പിന്നത്തേതിൽ ഒരു ദർശനപ്രകാരം, ഒരു വെളിപ്പാടനുസരിച്ച് ഫിലിപ്പിയിലേക്ക് പോവുകയാണ്, യൂറോപ്പിലേക്ക് കടന്നു പോവുകയാണ്. 2-ാം മിഷൻ യാത്ര യൂറോപ്പിൻ്റെ മണ്ണിലാണ് അത് മുൻപോട്ട് പോകുന്നത്. ഇവിടെ ഗലാത്യ സഭയോട് പറയുകയാണ്, താനൊരു വെളിപ്പാടനുസരിച്ച് അത്ര യെരുശലേമിലേക്ക് പോയത്. ഒരു വെളിപ്പാടനുസരിച്ച് തന്നെയാണ് താൻ ഗലാത്യയിൽ വന്നതും. വെളിപ്പാടനുസരിച്ചാണ് യെരുശലേമിലേക്ക് പോയതും. പിന്നീട് സംഭവിക്കാൻ പോകുന്ന കാര്യം ഞാനിപ്പോൾ പറഞ്ഞതാണ്. ഒരു വെളിപ്പാടനുസരിച്ച് അത്രയും താൻ മക്കദോന്യ ദർശനം പ്രാപിച്ച് ഫിലിപ്പിയിലെത്തുന്നത്. ഒരു ശുശ്രൂഷകൻ വെളിപ്പാടിനനുസരിച്ച് സഞ്ചരിക്കുന്നവനാണ്. വെളിപ്പാടിനനുസരിച്ച്. എന്നിട്ട് എന്താ പറയുന്നത്? ഞാൻ ഓടുന്നതോ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ. ഞാൻ ഓടുന്നതോ ഓടിയതോ, അതായത് ഞാൻ ഓടിയതോ എന്ന് ചോദിച്ചാൽ അത് പാസ്റ്റ് ടെൻസാണ്. ഞാൻ ഓടുന്നതോ എന്ന് ചോദിച്ചാൽ അത് വർത്തമാന കാലത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ ഓടിയത് പ്രമാണപ്രകാരമാണ്, വെളിപ്പാടിനനുസരിച്ചാണ്. ഞാൻ ഓടുന്നതോ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ. വെറുതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെറുതെ ആയി പോകുന്നത്. നമ്മൾ സാധാരണ പറയാറില്ലേ, അയ്യോ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടി എല്ലാം വെറുതെയായി എൻ്റെ പൊന്നെ എന്ന് പറയില്ലേ. പ്രയോജനരഹിതമായി എന്നല്ലേ അർത്ഥം. അപ്പോൾ വെറുതെ ഓടുന്ന അനേകർ പെന്തക്കോസിലുണ്ട്. ഞാൻ ഇന്നലെ വൈകിട്ടത്തെ മീറ്റിങ്ങിൽ ഒരു പദപ്രയോഗം നടത്തി, ചുമ്മാ പെന്തിക്കോസ്ന്ന്. നിങ്ങളങ്ങനെ കേട്ടിട്ടുണ്ടോ? പെന്തിക്കോസും ഉണ്ട്, ചുമ്മാ പെന്തിക്കോസും ഉണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ ഗൗരവമായി പറയുമ്പോൾ അത് ചുമ്മാ പെന്തിക്കോസിന് മനസ്സിലാകില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ സമർപ്പണം ഉണ്ടാകണം, അത് വില കൊടുത്ത് ഏറ്റെടുക്കണം, എങ്കിലേ അത് അനുഗ്രഹമായിട്ട് മാറിയുള്ളൂ. ഈ വാക്യത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു ഭയാനകത്വമുണ്ട്. എന്താ അത്? ചിലരുടെ ഓട്ടം വെറുതെയാണ്. ചിലരുടെ ഓട്ടം വെറുതെയാണ്. 10-30 വർഷം ശുശ്രൂഷിച്ച ദൈവദാസന്മാരെ പലരെയും എനിക്കറിയാം. അവരുടെ ശുശ്രൂഷയുടെ ഒടുക്ക കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഓട്ടമൊക്കെ വെറുതെയായി എന്ന് പറയുന്ന രീതിയിലായിപ്പോയി. ഓട്ടമൊക്കെ വെറുതെയായിപ്പോയി. ഞാൻ ഓടിയതോ ഓടുന്നതോ വെറുതെയാകാതിരിപ്പാൻ. സൗരങ്ങളെ ആ വാക്യത്തിലേക്ക് ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയരെ. ശുശ്രൂഷകർക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ ഈ വാക്യമൊക്കെ വായിച്ചിട്ട് ഇത് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ ഓട്ടം എങ്ങനെയുള്ളത് നമ്മൾ ആരാഞ്ഞ് നോക്കേണ്ടതുണ്ട്. നമ്മുടെ ഓട്ടം എങ്ങനെയുള്ളതെന്ന് നമ്മൾ ആരാഞ്ഞ് നോക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ വിശ്വസ്തരായ കുറച്ച് പേരെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. മോശയെ കണ്ടു, പൗലോസിനെ കണ്ടു, അതുപോലെ ഭക്തന്മാരായ കർത്താവിൻ്റെ ദാസന്മാരെ നമ്മൾ കാണുകയായിരുന്നു. അവരെല്ലാം ദൈവഗ്രഹത്തിൽ വിശ്വസ്തരായിരുന്നു. അവരുടെ മേൽ നിർബന്ധം കിടക്കുകയാണ്. സുവിശേഷം അറിയിക്കുന്നതിൽ തനിക്ക് ലജ്ജയില്ലെന്നാണ് പൗലോസ് പറയുന്നത്. ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആരെങ്കിലും ഉണ്ടോ? ആസ്മ രോഗികൾക്ക് കാണും, അല്ലാത്ത സാധാരണ ആളുകൾക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊരു നാച്ചുറൽ പ്രോസസ്സല്ലേ. അതുപോലെയാണ് സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്നത്. ഉള്ളിലൊരു കത്തലാണ്. അതുകൊണ്ടല്ലേ നമ്മൾ പാടുമ്പോൾ പാടുന്ന ദൂതന്മാർക്കും കൂടെ പറയാൻ അവകാശമില്ലാത്ത ദൂത് നമ്മൾ അറിയിക്കുകയാണ്. ദൂതന്മാർക്ക് അറിയിക്കാൻ അവകാശമില്ലാത്തൊരു ദൂത് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ആ ദൂതുമായിട്ടാണ് നമ്മൾ ഓടുന്നത്. നമ്മൾ ചുമ്മാ അങ്ങ് ഓടുകയല്ല സഹോദരങ്ങളെ, നമ്മൾ ദൂതുവാഹികളാണ്. ആ ദൂതുമായിട്ടാണ് ഓടുന്നത്. 2 കൊരിന്ത്യർ ലേഖനം, 2 Corinthians chapter 8, 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം, വേഴ്സ് 23. തീത്തോസ് എനിക്ക് കൂട്ടാളിയും നിങ്ങൾക്കായിട്ട് കൂട്ടുവേലക്കാരനുമാകുന്നു. നമ്മുടെ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാരും ക്രിസ്തുവിന് മഹത്വവും തന്നെ. തീത്തോസ് എനിക്ക് കൂട്ടാളിയും നിങ്ങൾക്കായിട്ട് കൂട്ടുവേലക്കാരനുമാകുന്നു. നമ്മുടെ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാരും ക്രിസ്തുവിന് മഹത്വവും തന്നെ. ഇത് ആദ്യപടി ഒരു പുതിയ നിയമ ശുശ്രൂഷകനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. പിന്നീട് നമുക്ക് എല്ലാവർക്കും ബാധകമായ വാക്യമായിട്ട് കൂട്ടാം. നമ്മുടെ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാരും ക്രിസ്തുവിന് മഹത്വവും തന്നെ. നമ്മുടെ സഹോദരന്മാർ ക്രിസ്തുവിന് മഹത്വം വരുമാറ് ജീവിക്കുന്നവരാണ്. ഒന്നുകൂടെ പറയാം,
നമ്മുടെ സഹോദരന്മാർ ക്രിസ്തുവിന് മഹത്വം വരുമാറ് ഓടുന്നവരാണ്. അവരുടെ ശുശ്രൂഷ നിമിത്തം ക്രിസ്തുവിന് മഹത്വം വരികയാണ്. അവരുടെ ഓട്ട നിമിത്തം ക്രിസ്തുവിന് മഹത്വം വരികയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിത നിമിത്തം ക്രിസ്തുവിന് മഹത്വം വരുന്നുണ്ടോ? ചില ദിവസങ്ങളിൽ ദൈവവചനം ധ്യാനിക്കുമ്പോൾ, ദൈവവചനം ഘോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതും പ്ലാൻ ചെയ്യുന്നതുമായ ഒരു വഴിയിലൂടെയും പോവില്ല. ചിലപ്പോൾ മുന്നറിയിപ്പുകൾ പോലെയായിരിക്കും. ചിലപ്പോൾ നമ്മെ അറസ്റ്റ് ചെയ്യുന്ന മാതിരിയായിരിക്കും ദൈവവചനം വെളിപ്പെടുന്നത്. നമ്മുടെ ലൈഫ് ക്രിസ്തുവിന് മഹത്വമായി തീരുന്നുണ്ടോ? ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ്, നമ്മുടെ സഹോദരന്മാർ ക്രിസ്തുവിന് മഹത്വമായി തീരുകയാണ്. നമ്മുടെ സഹോദരീ സഹോദരന്മാർ അങ്ങനെ മഹത്വമായി തീരുന്നുണ്ടോ? ഇടയിൽ ഏതോ ഒരു സമയത്ത് സാറ്റർഡേ മെസ്സേജ് ഞാൻ പറഞ്ഞൊരു കാര്യം, അവിടെ വിദേശത്ത് പാർക്കുന്ന പലരും മെസ്സേജ് കേൾക്കാനായിട്ടുണ്ടായിരുന്നൊരു ദിവസം സന്ദർഭവശാൽ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ പറയായിരുന്നു, നിങ്ങളെ ഓരോരുത്തരെയും ലോകത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ സ്വർഗത്തിലെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് നിങ്ങളെ അനുഗ്രഹിക്കാനാണെന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? അത് ചുമ്മാ പെന്തിക്കോസ് പറയുന്നതാണ്. കണ്ണ് തുറക്കാത്ത പെന്തിക്കോസ് പറയുന്ന വാക്കുകളാണ് അതൊക്കെ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഓരോരോ സ്ഥലങ്ങളിലാക്കിയിരിക്കുന്നത്. നിങ്ങളെ ഓരോരോ സ്ഥലങ്ങളിൽ നിന്ന് ചലിപ്പിക്കുന്നതും നിങ്ങളെ ഓരോരോ സ്ഥലങ്ങളിൽ നിന്ന് അടുത്തടുത്ത ഇടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതെല്ലാം ദൈവത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാനിത് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് സംസാരിച്ച കാര്യമാണ്. ഒരു ദൈവദാസൻ വിദേശത്തായിരിക്കുന്ന ആ ദൈവദാസൻ ആധികാരികമായി ദൈവവചന ഉപദേശവും പറയുകയാണ്. അപ്പോൾ ഈ വ്യക്തി ആ ദൈവദാസനെ അല്പമായിട്ടൊന്ന് താഴ്ത്തിക്കെട്ടാൻ പാകത്തിന് പറയുകയാണ്. അതായത് താങ്കൾ വിദേശത്തിരുന്നു കൊണ്ട് കൂടുതൽ വർത്തമാനം പറയല്ലേ എന്നുള്ള രീതിയിൽ. അദ്ദേഹം ആധികാരികമായി ഉപദേശം പറയുന്നു, വ്യക്തമായി കാര്യങ്ങളെ പറയുമ്പോൾ ഈ പറയപ്പെട്ട സഹോദരൻ, പുള്ളി കുമ്പനാടുന്ന് തിരുവല്ലായിക്ക് ഷട്ടിലടിക്കുന്ന ആളാണോന്ന് എനിക്കറിയില്ല, എവിടത്തുകാരനാണോ ആർക്കറിയാം, അദ്ദേഹം പറയാണ് ഇവരെല്ലാം വിദേശത്ത് പോയിരുന്നുകൊണ്ടാണ് ഉപദേശം പറയുന്നതെന്ന്. ഇടവേ, നിന്നെ ആരാ വചനം പഠിപ്പിച്ചേ? സ്വർഗത്തിലെ ദൈവം തൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോരുത്തരെയും തൻ്റെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത്. ഓരോരുത്തരെയും ദൈവത്തിന് ബോധിച്ച സ്ഥലങ്ങളിലാണ് ആക്കുന്നത്. കനാനി കടന്ന ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ കൊണ്ടുപോയി. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെന്നേ. ആ മിസ്രൈമിലെ രാജകൊട്ടാരത്തിൽ കുഴിമന്തി അൽഫാമൊക്കെ തിന്ന് വളർന്നു വന്ന മോശ പിന്നെ താൻ എങ്ങോട്ടാണ് പോകുന്നത്? മരുഭൂമിയിലേക്കാണ് പോകുന്നത്. എന്തിനാ മരുഭൂമിയിൽ പോകുന്നത്? മോശയ്ക്ക് ഫറവോൻ്റെ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് അവിടുത്തെ എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും കൊണ്ട് മിസ്രൈമിനെ മുഴുവനും സുവിശേഷവൽക്കരിക്കാൻ മേലായിരുന്നു എന്ന് ചോദിച്ചാൽ, എൻ്റെ കർത്താവേ സ്തോത്രം, അത് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയല്ലെന്നേ. ദൈവത്തിന് ബുദ്ധി പറഞ്ഞു കൊടുക്കേണ്ട കാര്യം നമുക്കില്ല. ദൈവം മോശയെ പരുവപ്പെടുത്താനായിട്ട് കണ്ടിരിക്കുന്ന മരുഭൂമിയിലാണ്. ആ മരുഭൂമിയിൽ ദീർഘവർഷം മോശയെ പരുവപ്പെടുത്തുകയാണ്. അതുപോലെ പല മനുഷ്യരെയും സ്വദേശത്തും വിദേശത്തും പല ഇടങ്ങളിലും കൊണ്ടുപോയി ദൈവം അവരെ പരുവപ്പെടുത്തും. മലയാളക്കരയിൽ ജനിച്ചു വളർന്ന് അവിടെ ജീവിച്ച ഞാൻ ഈ കർണാടക ദേശത്ത് വന്നപ്പോൾ കർണാടകയൊക്കെ എടുത്ത് മറിക്കും, കർണാടകയൊക്കെ തലകീഴായി വെക്കും എന്നൊക്കെ ഓർത്താണ് ഞാനും വന്നത്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, ഇത് കർണാടകയല്ല തലകീഴായിട്ട് മറിയുന്നത്, ഞാനാ മറിയാൻ പോകുന്നതെന്ന്. എന്നെ പണിയാനാണ് ഈ കർണാടകയിലേക്ക് കൊണ്ടുവന്നത്. മനസ്സിലായോ? ഞാനെന്ന് പറയുന്ന വ്യക്തിയെ പണിതൊരുക്കേണ്ടതുണ്ട്. എൻ്റെ ജീവിതത്തിലെ മരുഭൂമിയുടെ അനുഭവങ്ങൾ ഈ ഗാർഡൻ സിറ്റിയിലാണെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ മരുഭൂമി എന്ന് പറയുന്നത് ഞാൻ ഈ ഗാർഡൻ സിറ്റിയിലാണ് കണ്ടത്. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഗാർഡൻ സിറ്റി എന്ന് വിളിക്കുന്നതല്ലേ ബാംഗ്ലൂരിനെ? സുഖശീതളിമയാർന്ന കാലാവസ്ഥയൊക്കെ ഉണ്ടെന്ന് എല്ലാവരും പറയുന്നത്. പക്ഷെ ഞാനിവിടെ വലിയ ശീതക്കാറ്റും ഉഷ്ണക്കാറ്റും ഒക്കെ അടിച്ച മനുഷ്യനാണ്. ആ ശീതക്കാറ്റിലൂടെ ഉഷ്ണക്കാറ്റിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് കേരളത്തിൽ ഇരുത്തിക്കൊണ്ട്, അതൊക്കെ ദൈവത്തോട് ചോദിക്കുക. കേരളത്തിൽ ഇരുത്തിക്കൊണ്ട് കൊടുങ്കാറ്റ് അടിപ്പിക്കാൻ മേലായിരുന്നു എന്ന് ദൈവത്തോട് നിങ്ങൾ ചോദിക്കുക. നമ്മളെ ഇങ്ങനത്തെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് ഇടം വലം അടച്ചു കളഞ്ഞിട്ട്, ഇടം വലം മുന്നും പിന്നും ഒക്കെ അടച്ചിട്ട് ദൈവം തൻ്റെ കാറ്റൊക്കെ അടിപ്പിക്കും. അങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മെ നടത്തും. ചിലപ്പോൾ ചില പ്രിയപ്പെട്ടവരെ വിദേശത്ത് മഞ്ഞ് പെയ്യുന്ന രാജ്യത്ത് കൊണ്ടുപോയിട്ടായിരിക്കും വലിയ ഉഷ്ണക്കാറ്റടിപ്പിക്കുന്നത്. ചിലപ്പോൾ ചില പ്രിയപ്പെട്ടവരെ മഞ്ഞ് പെയ്യുന്ന രാജ്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയിട്ടായിരിക്കും അവിടെ ഇട്ട് ചില ഉഷ്ണക്കാറ്റിലൂടെയും ചില മണൽക്കാറ്റിലൂടെയൊക്കെ കടത്തിവിടുന്നത്. നമ്മൾ ധരിക്കുന്ന പോലെയൊന്നും അല്ലെന്നേ ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനും.
അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പ്രിയപ്പെട്ടവരുടെ മുമ്പാകെ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടല്ലോ. നമ്മളെ ഓരോരുത്തരെയും ദൈവം ഓരോരോ സ്ഥലങ്ങളിൽ ആക്കി വെച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് പദ്ധതികളുണ്ട്. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കില്ല കാര്യങ്ങൾ. ചിലപ്പോൾ നമുക്ക് തോന്നും കുറച്ചും കൂടെ മുൻപോട്ട് പോകണമെന്ന്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് ചിലപ്പോൾ അതിനെ അനുവദിക്കണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് തോന്നും ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അത് കുറച്ച് കംഫർട്ടാണ്, എല്ലാം ഭംഗിയായിട്ട് പോകുന്നു, അങ്ങനെ തന്നെ അങ്ങ് ആയിരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ ദൈവം അങ്ങനെ ആയിരിക്കില്ല ചിന്തിക്കുന്നത്. ദൈവം ചിലപ്പോൾ കുറ്റിയും കയറൊക്കെ പറപ്പിച്ച് നമ്മളെ ഓടിക്കും. മേഘം നീങ്ങുന്നത് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ നമ്മളൊരു സൂചന കണ്ടല്ലോ. ഏകദേശം ഒരു 3 മാസക്കാലം കൊണ്ട് ഇസ്രായേൽ ഹോരേബിലെത്തിയെന്നും പിന്നീടൊരു 3 മാസക്കാലം മുൻപിലുണ്ട്. അങ്ങനെ ഒരു 6 മാസക്കാലം കഴിഞ്ഞതിന് ശേഷം സമാഗമന കൂടാരത്തിൻ്റെ പണി നടക്കുന്നു. ഏതാണ്ടൊരു 1.5 വർഷം മുന്നോട്ട് പോയി കഴിഞ്ഞ് 2-ാം സംവത്സരം 1-ാം മാസത്തിൽ കൂടാരം നിവർത്തുന്നതും അത് കഴിഞ്ഞ് 2-ാം സംവത്സരം 2-ാം മാസത്തിൽ ഇസ്രായേൽ പ്രയാണം ചെയ്യുന്നതുമായിട്ടുള്ള കാഴ്ച നമ്മൾ കാണുകയാണ്. മേഘം നീങ്ങിത്തുടങ്ങി. അധിക സമയം പിന്നീട് അവിടെ നിന്നില്ല, മേഘം നീങ്ങിത്തുടങ്ങി. അപ്പോൾ മേഘം നീങ്ങുന്നതൊക്കെ സെൻസ് ചെയ്യാൻ നമുക്ക് കഴിയണം. അങ്ങനെ മേഘം നീങ്ങുന്നു എന്നുള്ളതിന് മറ്റു പല കാര്യങ്ങളും അഡീഷണൽ ആയിട്ടൊക്കെ സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഒക്കെ സംഭവിക്കും. പല കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരും. അങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും ഏതായിരിക്കും എന്ന്. അങ്ങനെ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോഴായിരിക്കും മേഘം പതിയെ ചലിച്ച് തുടങ്ങുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. മേഘത്തിനൊപ്പം സഞ്ചരിക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ടഫല്ല സഹോദരങ്ങളെ, ഇതൊന്നും ടഫല്ല. നമ്മൾ ട്രാക്കിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഈസിയാണിതെല്ലാം. ഞാനിത് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. നമ്മൾ ആ ട്രാക്കിലേക്ക് അങ്ങ് കയറ്. ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും ഒക്കെ ആയിട്ട് കുരുങ്ങി അങ്ങനെ ഈ ആയുസിൽ മാത്രം പ്രത്യാശയുള്ള കാര്യങ്ങളും, എന്നാൽ 2 അന്യഭാഷയൊക്കെ പറയും, ഇച്ചിരി പാട്ടൊക്കെ പാടും, ഇച്ചിരി പ്രസംഗമൊക്കെ കേൾക്കും, അതുകൊണ്ടൊന്നും കാര്യമായില്ല. നമ്മൾ ആ പ്രമാണപ്രകാരം തന്നെ ഓടാൻ പരിശ്രമിക്കുക. അങ്ങനെ തന്നെ നമ്മൾ മുൻപോട്ട് പോകാനായിട്ട് ഉത്സാഹിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിന് മഹത്വം തന്നെയായിരിക്കും. നമ്മളെ എവിടെയാക്കുന്നു ആ രാജ്യത്ത് നമ്മൾ വിശ്വസ്തരായിരിക്കണം. ദൈവഹിതം അന്വേഷിക്കണം, ദൈവവചനത്തിൽ രസിക്കണം. വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങരുത്. എന്നാ വലിയ പ്രലോഭനങ്ങൾ വന്നെന്ന് പറഞ്ഞാലും, എത്ര അടുപ്പക്കാരിൽ നിന്നാണ് സമ്മർദ്ദം ഉണ്ടാകുന്നതെങ്കിലും അതിനെയെല്ലാം മറികടക്കണം. നോ എന്ന് പറയാനുള്ള അഭിഷേകം പ്രാപിക്കണം. അതിനെന്നെ കിട്ടില്ലെന്ന് പറയാനുള്ള അഭിഷേകം പ്രാപിക്കണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിനൊന്നും എന്നെ കൂട്ടുകിട്ടില്ല എന്നുള്ളൊരു നിലയിലേക്ക് ദൈവമക്കൾ വരണം. നോക്കണം, നമ്മൾ കർത്താവിൻ്റെ അഭിഷിക്തന്മാർ അവരുടെ വിശ്വസ്തതയും അവരുടെ ജീവിതമൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാനിടയായത്. ശരിക്കും നമ്മൾ മോശയുടെ കൂടാരം താൽക്കാലിക കൂടാരമാണ്. ആ കൂടാരത്തിൻ്റെ പണിയിൽ മോശ വിശ്വസ്തനായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. പുറപ്പാട് ദിവസം 25-8-9 വാക്യങ്ങൾ, പിന്നീട് 40-ാം വാക്യം നമ്മൾ വായിച്ചു. വലുവനായ ദൈവം ഇസ്രായേലിൻ്റെ നടുവിൽ വസിക്കാൻ ആഗ്രഹിച്ചു. പർവ്വതത്തിൽ വെച്ച് കാണിച്ച മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കണം. വീണ്ടും എടുത്തു പറഞ്ഞു അവയെ അങ്ങനെ തന്നെ ഉണ്ടാക്കുവാൻ നീ സൂക്ഷിക്കണമെന്നുള്ള കാര്യമൊക്കെ വീണ്ടും പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ അവർ വിശ്വസ്തരായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം സ്തേഫാനോസിൻ്റെ പ്രസംഗമാണെന്ന് നമുക്കറിയാം. 7:22 സ്തേഫാനോസ് പറയുന്നുണ്ട്, മോശ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായ കാര്യമൊക്കെ സ്തേഫാനോസ് പറയുന്നുണ്ട്. ഇനി അതിൻ്റെ 44-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. വേഴ്സ് 44. കഴിഞ്ഞ ആഴ്ച വായിക്കാൻ അങ്ങ് വിട്ടുപോയി, അത് ഈ ആഴ്ച അങ്ങ് വായിക്കാം. നീ കണ്ട മാതിരിക്ക് എത്രവണ്ണം അതിനെ തീർക്കണമെന്ന് മോശയോട് അരുളി ചെയ്തവൻ കൽപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷ്യകൂടാരമുണ്ടായിരുന്നു. സ്തേഫാനോസിൻ്റെ വിസ്തൃതമായ പ്രസംഗമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത്. ആ പ്രസംഗം അങ്ങനെ മുൻപോട്ട് വന്ന് അതിന് 44-ാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ് കാണുന്നത്, നീ കണ്ട മാതിരിക്കൊത്തവണ്ണം അതിനെ തീർക്കണമെന്ന് മോശയോട് അരുളി ചെയ്തവൻ. അപ്പോൾ മോശ എന്തോ കണ്ടു. മോശ പർവ്വതത്തിൽ വെച്ച് കൺതുറന്ന് കാര്യങ്ങളെ കണ്ടു. കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ, കയ്യേറ്റുവാങ്ങിയ കാര്യങ്ങൾ, അതെല്ലാം വെച്ചിട്ട് മോശ ആ കാര്യങ്ങളെ അങ്ങനെ തന്നെ തീർത്തു എന്ന് നമുക്കറിയാം. ഇവിടെ തീർക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ തീർക്കണമെന്ന് മോശയോട് അരുളി ചെയ്തവൻ കൽപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷി കൂടാരം ഉണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ അത് ഏറ്റുവാങ്ങി ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ അവകാശത്തിലേക്ക് യോശുവായുമായി കൊണ്ടുവന്ന് ദാവീദിൻ്റെ കാലം വരെ വെച്ചിരുന്നു.
2 വാക്യത്തിലൂടെ സമാഗമന കൂടാരത്തെ വീണ്ടും പുതിയ നിയമത്തിൽ സ്തേഫാനോസ് അവതരിപ്പിക്കുകയാണ്. ഇത് ഗൗരവമുള്ളൊരു കാര്യമായതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ഈ കാര്യങ്ങളൊക്കെ കടന്നു വരുന്നത്. സ്തേഫാനോസിൻ്റെ പ്രസംഗത്തിൽ ഇത് വേണേൽ അവോയ്ഡ് ചെയ്യാം. ഇതെങ്ങനെ അവോയ്ഡ് ചെയ്യും? ചരിത്രത്തിലെ ആദ്യത്തെ ഒരു സംഭവമാണ്. ഇസ്രായേൽ ജനത്തെ ദൈവം മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ട് സീനായുടെ അടിവാരത്ത് എത്തിച്ചു. അവിടെ വെച്ച് മോശയെ പർവ്വതത്തിലേക്ക് വിളിച്ച് മോശയ്ക്ക് പ്രമാണം കൊടുത്തു. അതിനോടനുബന്ധിച്ചാണ് സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിയും അതുപോലെ തന്നെ പൗരോഹിത്യമൊക്കെ കൈമാറുന്നത്. അതിനു മുമ്പുള്ള ചരിത്രത്തിൽ, അതായത് മനസാക്ഷി യുഗത്തിൻ്റെ ആ കാലഘട്ടത്തിലൊന്നും ദൈവം മനുഷ്യരുടെ ഇടയിൽ സ്ഥിരമായി വസിച്ചിരുന്നില്ല. അതാദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ പ്രപഞ്ച സൃഷ്ടാവായ തേജോമയനായ ദൈവം ഇറങ്ങി വസിച്ചിരുന്നു. അങ്ങനെ വസിച്ചത് സമാഗമന കൂടാരം എന്ന ദൈവത്തിൻ്റെ കൂടാരം അഥവാ സാക്ഷ്യ കൂടാരത്തിലാണ്. അത് സ്വർഗത്തിലെ കൂടാരത്തിൻ്റെ നിഴലാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ കൂടാരത്തിൽ വസിച്ച കാര്യം എങ്ങനെ സ്തേഫാനോസ് പറയാതിരിക്കും? ആ കൂടാരവുമായിട്ട് വാഗ്ദത്ത ഭൂമിയിലേക്ക് കടന്നു ചെന്നത് യോശുവയാണെന്നുള്ള കാര്യവും കൂടെ അവിടെ പറയുകയാണ്. നിർമ്മിച്ചത് മോശയാണെങ്കിലും കൂടാരവുമായിട്ട് വാഗ്ദത്ത ഭൂമിയിലേക്ക് കടന്നു ചെന്നത് യോശുവയാണ്. യോശുവയുടെ നേതൃത്വത്തിലാണ് ജാതികളുടെ അവകാശത്തിലേക്ക് ഇസ്രായേൽ കടന്നു കയറിയത്. ഇസ്രായേൽ അത് തങ്ങളുടേതായിട്ട് മാറ്റിയത്. അങ്ങനെ അവരുടെ പ്രയാണത്തിൽ കൂടാരം ഗിൽഗാലിലും പിന്നീട് ശീലോവിലും പിന്നീട് നോബിലും പിന്നീട് ഗിബയിലും അങ്ങനെ ഒടുക്കം ദാവീദിൻ്റെ കാലം വന്നപ്പോൾ യെരൂശലേം ദൈവാലയത്തിൻ്റെ പണിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചട്ടം കൂട്ടി തൻ്റെ മകനായ ശലോമോനാൽ യെരൂശലേമിലെ ദൈവാലയം പണിതു. അങ്ങനെ പിന്നത്തേതിൽ കൂടാരം ചുരുട്ടി വെച്ച് യെരൂശലേം ദൈവാലയത്തിലായിരുന്നു ശുശ്രൂഷ കാര്യങ്ങളൊക്കെ. അതിനെക്കുറിച്ചുള്ള സൂചനകളും അവിടെയുണ്ട്. അപ്പോൾ ഈ 2 വാക്യത്തിലൂടെയും സ്തേഫാനോസ് എന്താ പറഞ്ഞു കൊണ്ടുവരുന്നത്? അവരുടെ പിതാക്കന്മാരുടെ കാലത്ത് സാക്ഷി കൂടാരം ഉണ്ടായിരുന്നു. ആ കൂടാരവുമായിട്ടായിരുന്നു അവർ സഞ്ചരിച്ചത്. നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് അത്ര ഗൗരവമൊന്നും തോന്നില്ലെങ്കിലും ഒരു യഹൂദൻ കേൾക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി ആഴങ്ങളുണ്ട്, ഒത്തിരി ആഴങ്ങൾ. ആ സാക്ഷ്യ കൂടാരം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാകാരത്തിൽ ബലിപീഠം ഇരിപ്പുണ്ട്. ആ ബലിപീഠം അവരെ സംബന്ധിച്ച് അതീവ ഗൗരവമായൊരു കാര്യമാണ്. അതിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് പെട്ടകം അഥവാ ആർക്ക് അവിടെയുണ്ട്. യാഗപീഠത്തിൽ ആരംഭിക്കുന്ന ശുശ്രൂഷ ആണ്ടിലൊരിക്കൽ ഇസ്രായേലിൻ്റെ മഹാപുരോഹിതൻ യാഗപീഠത്തിൽ യാഗം അർപ്പിച്ചുകൊണ്ട് അതിപരിശുദ്ധ സ്ഥലത്ത് എത്തി പെട്ടകത്തിന് മേലിരിക്കുന്ന കൃപാസനത്തിന് നടുവിൽ രക്തം തളിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇസ്രായേലിൻ്റെ പാപങ്ങളുടെ പൊറുതിക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നത്. അവിടെയാണ് ദൈവശബ്ദം കേൾക്കുന്നത്. അങ്ങനെയൊക്കെ ഇസ്രായേലുമായി ഏറ്റവും അടുത്ത് ബന്ധമുള്ള കാര്യങ്ങളായിരുന്നു അത്. ഇപ്പോൾ ആദിമസഭയോടുള്ള ബന്ധത്തിൽ തുടക്കക്കാരെന്നുള്ള നിലയിൽ കടന്നു വന്നിരിക്കുന്ന ആളുകളല്ലേ യഹൂദ പശ്ചാത്തലമുള്ളവരല്ലേ. അവരുടെ മുമ്പാകെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അവരുടെ മുമ്പാകെ ഈ കാര്യങ്ങളൊക്കെ സ്തേഫാനോസ് പറഞ്ഞതിന് ശേഷം സ്തേഫാനോസിനെ കൊല്ലുന്നത് കണ്ടുകൊണ്ട് നിന്ന പൗലോസ് പിന്നീട് വളരെ ശുഷ്കാന്തിയുള്ളവനായി ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിന് വേണ്ടി മുൻനിരയിൽ പോരാടുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ആ പൗലോസ് അരയോവക കുന്നിൽ നിന്നുകൊണ്ട് എന്താ കവിവരന്മാരോട് അല്ലെങ്കിൽ അവിടുത്തെ വൈസ്മെന്നോട് പറഞ്ഞത്? അത്യുന്നതനായ ദൈവം കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ഇന്നലകളിൽ ഞങ്ങളുടെ പിതാക്കന്മാർ സാക്ഷി കൂടാരം ചുമന്നുകൊണ്ട് നടന്നവരാണ്. പിന്നീട് ഞങ്ങളുടെ പിതാവായ ദാവീദിൻ്റെ കാലത്ത് യെരൂശലേം ദൈവാലയത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചട്ടം കൂട്ടി. അത് കഴിഞ്ഞ് അവൻ്റെ മകനായ ശലോമോൻ്റെ കാലത്ത് യെരൂശലേമിലെ ദൈവാലയം പണിതു. അങ്ങനെ ഞങ്ങൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു, ദൈവ സാന്നിധ്യം അനുഭവിച്ചിരുന്നു എന്നൊക്കെയല്ലേ അതിലൂടെ അവർക്ക് പറയാനുള്ളത്. അരയോവക കുന്നിൽ നിന്നും പൗലോസ് എന്താ പറഞ്ഞത്? ഇന്നലകളിൽ അങ്ങനെയായിരുന്നു, പക്ഷേ ഇപ്പോൾ അത്യുന്നതനായ ദൈവം കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ലെന്നേ. റോമിലെ സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ റോമിലുള്ള വിശുദ്ധന്മാരോട് പൗലോസ് എന്താ പറയുന്നത്? റോമാലേഖനം 1:10 ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. ഇന്നലകളിൽ ഞങ്ങളുടെ പിതാക്കന്മാർ സമാഗമന കൂടാരം ചുമന്നുകൊണ്ട് നടന്നു. അവരങ്ങനെ ചുമന്നുകൊണ്ട് പോയ കൂട്ടത്തിൽ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരായിരുന്നു കെഹാത്യർ. അങ്ങനെ കെഹാത്യരായിരുന്നു അതിവിശുദ്ധമായ ഉപകരണങ്ങളെ ചുമന്നുകൊണ്ടിരുന്നത്. യാഗപീഠവും താമ്രത്തൊട്ടിയും പെട്ടകവും അങ്ങനെ എന്ന് വേണ്ട, അതെല്ലാം അവരായിരുന്നു ചുമലിൽ വഹിച്ച് ചുമന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അതിലൊരു കാര്യമാണ് താമ്രത്തൊട്ടി അഥവാ ലേവർ. ആ താമ്രത്തൊട്ടി പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. താമ്രത്തൊട്ടിയുമായിട്ട് കെഹാത്യർ നടന്നു പോകുന്ന ആ പോക്ക് ഒരു പുതിയ നിയമ ഭക്തൻ കാണുമ്പോൾ അവൻ ആത്മാവിൽ മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവ് ഒരു പുതിയ നിയമ ഭക്തനെ നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതാണ് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. എന്നാൽ അതിന് മുകളിലൊരു വാക്യമുണ്ട്, 22-ാമത്തെ വാക്യം, അതൊന്ന് വായിച്ചേ. വേഴ്സ് 22. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി. അപ്പോൾ ഇതിനു മുമ്പ് ആത്മാവിൽ ബന്ധിക്കപ്പെട്ടല്ലേ പോകുന്നത്?
എല്ലാ സമയത്തും താൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവൻ തന്നെയാണെന്നേ. അതിനുശേഷം പൗലോസ് കൈസരയിലുള്ള സുവിശേഷകനായ ഫിലിപ്പോസിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ഫിലിപ്പോസിൻ്റെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവിടെ അഗബാസ് വരുന്നുണ്ട്. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം. അങ്ങനെ അഗബാസ് അവിടെ വന്നതിന് ശേഷം പൗലോസിനോട് ദൂത് പറയുന്നുണ്ട്. 10-11 വാക്യം. വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബാസ് എന്ന ഒരു പ്രവാചകൻ യഹൂദയിൽ നിന്ന് വന്ന് അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിന്റെ അരക്കച്ച എടുത്ത് തന്റെ കൈകാലുകളെ കെട്ടി, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരൂശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. അഗബാസ് തൻ്റെ അരക്കച്ച എടുത്ത് പൗലോസിൻ്റെ കൈ കെട്ടി ഇതുപോലെ ബന്ധനസ്ഥനായി പൗലോസിനെ യെരൂശലേമിൽ കൊണ്ടുപോകുന്ന കാര്യമാണ് പറയുന്നത്. അത് കേട്ടിട്ട് പൗലോസ് പറയുന്നത് എന്താ? 12-ാം വാക്യത്തിൽ ഇത് കേട്ടാറെ, അതായത് അടുത്ത വാക്യത്തിൽ പൗലോസ് പറയുന്നതാണ്, ഇത് കേട്ടാറെ യെരൂശലേമിൽ പോകരുത് എന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു. അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞെൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യെരൂശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യെരൂശലേമിൽ മരിക്കണമെന്ന് പൗലോസിന് ആഗ്രഹമുണ്ടെങ്കിലും നടപ്പില്ല. അങ്ങനെയൊന്നും മരിക്കാൻ പറ്റില്ല. പൗലോസ് മരിക്കുന്നത് റോമിലാണ്. അതാണ് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. ഏകദേശം AD 67 കാലഘട്ടത്തിൽ റോമൻ കൈസറായ നീറോയുടെ കാലത്ത് പൗലോസിൻ്റെ കഴുത്തിലൂടെ വാള് കടന്നു പോകേണ്ടതുണ്ട്. പൗലോസ് ഒരുപക്ഷെ ചിന്തിച്ചത് യെരൂശലേമിൽ വെച്ചായിരിക്കും മരണം എന്നൊക്കെ ആയിരിക്കും. പക്ഷെ ദൈവം അങ്ങനെയല്ല പ്ലാൻ ചെയ്തിരിക്കുന്നത്. എനിവേ, ഈ വാക്യത്തിലൂടെ എന്താ പറയാൻ ആഗ്രഹിച്ചത്? ഈ വാക്യത്തിലൂടെ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. തനിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ കേട്ടിട്ടും താൻ പാനിക്കാകുന്നില്ല. താൻ അക്ഷമനായി അയ്യോ പാവോ എന്ന് പറഞ്ഞ് തൊട്ടാവാടിയെ പോലെ വാടി തളർന്ന് ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചേക്കാം, മറ്റേ പുള്ളികളെയൊക്കെ വിളിച്ചു വരുത്താം എന്നൊന്നും പൗലോസ് ആരോടും പറഞ്ഞില്ല. ആളുകളോടൊക്കെ പറയാണ്, നിങ്ങളിങ്ങനെ കരഞ്ഞു പിടിച്ച് എൻ്റെ ഹൃദയത്തെ തകർക്കല്ലേ, എന്നെ നിരുത്സാഹപ്പെടുത്തല്ലേ, ഞാൻ ഓടട്ടെ, ഞാൻ ഓടുകയാണ്, ഏൽപ്പിക്കപ്പെട്ട ബാറ്റണുമായിട്ട് ഞാൻ ഓടുകയാണ്. ദൈവകൃപയുടെ സുവിശേഷം അറിയിക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം അറിയിക്കണം. ദൈവകൃപയുടെ സുവിശേഷം അറിയിക്കേണ്ട ഇടങ്ങളിലെല്ലാം അറിയിക്കണം. യെരൂശലേമിൽ ബന്ധനസ്ഥനായ പൗലോസിനെ കൈസരയിലുള്ള ജയിലിലേക്കാണ് കൊണ്ടുവരുന്നത്. കൈസരയിലെ ജയിലിലേക്ക്. അവിടെ വന്നതിന് ശേഷമല്ലേ വിസ്തൃതമായ മെസ്സേജുകൾ വെളിപ്പെട്ടത്. ക്രൈസ്തവ ചരിത്രത്തിൽ എക്കാലവും മുഴങ്ങിയൊരു ശബ്ദമാണ് അഗ്രിപ്പാവിൻ്റെയും ബർണിക്കയുടെയും മുമ്പിൽ മുഴങ്ങിയ സ്വരം. അവരെന്താ പറഞ്ഞത്? നീ എന്നെ ക്രിസ്ത്യാനിയാക്കാൻ ശ്രമിക്കുന്നു എന്ന്. അതിനുള്ള മറുപടി, നീ മാത്രമല്ല സകലരും ഈ ചങ്ങലയൊഴിച്ച് ക്രിസ്ത്യാനിയാകണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന്. അതൊക്കെ ചരിത്രത്തിൽ എഴുതപ്പെട്ട കൊട്ടേഷനുകളാണ്, ചരിത്രത്തിൽ എഴുതപ്പെട്ടതാണ്. ഫെസ്തോസിനോടാകട്ടെ ഫീലിക്സിനോടാകട്ടെ അവരോടൊക്കെ പറയാനുള്ളത് പറഞ്ഞില്ലേ. പിന്നത്തേതിൽ പൗലോസ് കൈസരെ അഭയം ചൊല്ലി. അതായത് പൗലോസ് കൈസരെ അഭയം ചൊല്ലി എന്ന് പറയുന്ന ആ കാര്യത്തെയൊക്കെ അനേക ആളുകൾ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് വരും. പൗലോസ് കൈസറെ അഭയം ചൊല്ലാമെങ്കിൽ നമുക്ക് അവരവരെയൊക്കെ അഭയം ചൊല്ലാൻ മേലെന്നാണ് അവർ ചിന്തിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു പൗലോസ് വിശ്വസ്തനായിരുന്നു, മോശ വിശ്വസ്തനായിരുന്നു. ദൈവത്തിൻ്റെ ദാസന്മാരിൽ നിന്ന് അതാണ് ആഗ്രഹിക്കുന്നത്. അവർ ദൈവത്തിൽ മാത്രം ആശ്രയിക്കണം, ദൈവഹിതം അറിഞ്ഞു പോകണം, ഇവരിലൊന്നും ആശ്രയിക്കരുത്, ഇവരിലൊന്നും ട്രസ്റ്റ് വെക്കരുതെന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു. ഇപ്പോൾ ഇവിടെ പൗലോസ് കൈസറിൽ അഭയം ചൊല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പൗലോസ് ഇപ്പോൾ കൈസരയിലെ തടവിലാണ് സഹോദരങ്ങളെ. കൈസരയിലെ തടവിലാണ്, വിസ്താരം നടക്കുകയാണ്. ആ വിസ്താരത്തിൽ തനിക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നിൽക്കുമ്പോൾ പൗലോസ് അപ്പീൽ കൊടുക്കുകയാണ്. ആ അപ്പീൽ കൊടുക്കുന്നതിനാണ് കൈസറെ അഭയം ചൊല്ലി എന്ന് പറയുന്നത്. താൻ ജില്ലാ കോടതിയിലാണിപ്പോൾ. താൻ പറയുകയാണത് എനിക്ക് ഹൈക്കോർട്ടിലേക്ക് അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക്. അവിടെ പറഞ്ഞ സുപ്രീം കോർട്ടാണ്. താനിപ്പോൾ ജില്ലാ കോടതിയിലോ ഹൈക്കോടതിയിലോ എന്നുള്ള തലത്തിലാണ് നിൽക്കുന്നത്. താൻ കൈസറെ അഭയം ചൊല്ലി എന്ന് പറഞ്ഞ അർത്ഥം താൻ സുപ്രീം കോടതിയെ അഭയം ചൊല്ലിന്ന്, സുപ്രീം കോടതിയിൽ റിട്ട് കൊടുത്തെന്ന അർത്ഥം. തൻ്റെ കേസ് സുപ്രീം കോടതിയിലേക്ക് മാറ്റി. കൈസറെ അഭയം ചൊല്ലുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഹയർ കോർട്ട് എന്ന് പറയുന്നത് റോമിലാണ്. അതിൽ ചീഫ് ജസ്റ്റിസ് ആരാ? റോമൻ കൈസർ തന്നെയാണ്. കൈസറെ അഭയം ചൊല്ലുക എന്ന് പറഞ്ഞാൽ തൻ്റെ കേസ് അവിടെയാണ് ഇനി വിസ്താരത്തിന് എടുക്കേണ്ടത്. ഇവരിൽ എനിക്ക് വിശ്വാസമില്ല, ഇവർ തെറ്റായ കാര്യങ്ങളാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അല്ലാതെ പൗലോസ് കൈസരെയൊക്കെ അഭയം ചൊല്ലി നിങ്ങൾ ബാക്കി അങ്ങ് പൂരിപ്പിച്ചോ. ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഞാനായിട്ട് പറയുന്നില്ല. കാര്യങ്ങളെ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്തേ ചുമ്മാ പറയുന്നത്.
ചിലർ ചുമ്മാ തട്ടിക്കയറിയായിരുന്നു. പൗലോസിന് പോലും കൈസരെയൊക്കെ അഭയം ചൊല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എന്നാ കുഴപ്പമെന്ന്, ഞങ്ങൾ BJP ചേർന്ന് പ്രവർത്തിക്കുന്ന എന്നാ കുഴപ്പമെന്നാണ് ചില ഉപദേശിമാർ പറയുന്നത്. പൗലോസ് കൈസറെ അഭയം ചൊല്ലി എന്ന് പറയുന്നത് താങ്കൾ BJPയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതുമായിട്ട് എന്നാ ബന്ധം? താങ്കൾ താങ്കളുടെ ജഡത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി BJP ചേർന്ന് എന്തെങ്കിലും കൈമടക്കോ ചില്ലറയൊക്കെ മേടിക്കുന്നു. അതുപോലെയാണോ പൗലോസ് കൈസറെ അഭയം ചൊല്ലി എന്ന് പറഞ്ഞാൽ? ഹയർ കോടതിയിലേക്ക് തൻ്റെ കേസ് ഫയൽ ചെയ്യുകയാണ്. അതാണ് അതിൻ്റെ അർത്ഥം. എനിവേ, ഞാനൊരു വാക്കുകളെ ചുരുക്കുകയാണ്. അപ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് പുസ്തകം തുറന്ന് നമ്മൾ അപ്രതീക്ഷിതമായ വഴികളിലൂടെ നടന്നു, ഒരു പ്രതീക്ഷയില്ലാത്ത വഴികളിലൂടെ നടന്നു. ദൈവം ചില സമയത്ത് അങ്ങനത്തെ വിരുന്നുകളൊക്കെ ആയിരിക്കും നമുക്ക് ഒരുക്കുന്നത്. ചില സമയത്ത് വ്യത്യസ്തമായ പാതയിലൂടെ നടത്തുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, വ്യത്യസ്തമായ പാതയിലൂടെ നടത്തും. അപ്പോൾ ഈ കൂടാരവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ ലൈഫ് കെട്ടുപണഞ്ഞ് കിടക്കുകയാണ്. അവർ കൂടാരവാസികളാണ്. അപ്പം തന്നെ അവരുടെ കൂടാരങ്ങളുടെ ഒത്ത നടുവിലുള്ള സമാഗമന കൂടാരമായിട്ട് അവരുടെ ജീവിതം കെട്ടുപണഞ്ഞ് കിടക്കുകയാണ്. അവരുടെ ആത്മീയ ആവശ്യങ്ങളുടെ എല്ലാം പൂർത്തീകരണം ഈ കൂടാരവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ദൈവം വെച്ച വ്യവസ്ഥകളും കാര്യങ്ങളും അനുസരിച്ചാണ് അവർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുക്കാൻ കഴിയുന്നത്. വളരെ സീരിയസായ ഗൗരവമായൊരു പഠനമാണ് സമാഗമന കൂടാരത്തിൻ്റെ പഠനമെന്ന് പറയുന്നത്. നമ്മളിന്ന് അധികം മുന്നോട്ട് പോയില്ല. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ആഴ്ച കുറച്ചുകൂടെ മുൻപോട്ട് പോകാം. പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിൽ വന്ന് നമ്മളങ്ങ് നിന്നുപോയി. ഇന്ന് നമുക്ക് അടുത്ത ആഴ്ച കർത്താവ് അനുവദിച്ചാൽ കുറച്ചുകൂടെ മുൻപോട്ട് പോകാനുണ്ട്. 26, 27 അധ്യായങ്ങളിലേക്കൊക്കെ കടന്നു വരേണ്ടതുണ്ട്. ചില ആമുഖങ്ങൾ, ചില മുഖവുരകളൊക്കെ പറയേണ്ടതുണ്ട്. ചില കാര്യങ്ങളെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും ഇന്ന് കടക്കാനായിട്ട് പറ്റിയില്ല. ഇന്ന് വ്യത്യസ്തമായ നിലയിലാണ് കടന്നുപോയത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് മന്ത്രിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും. ദൈവത്തിൻ്റെ താല്പര്യവും ആഗ്രഹമൊക്കെ നമ്മളതിൽ കാണാനിടയായി. നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിന് മഹത്വം വരുമാറ് ഒരു ജീവിതം നയിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.